എല്ലാവർക്കും നമസ്കാരം. എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം? സൺഡേ ആണ്, കുറച്ച് റിലാക്സ്ഡ് ആയിരിക്കും എല്ലാവരും അല്ലേ? ഓക്കെ, എനിക്കും സൺഡേസ് കുറച്ച് ഡിലേ ആവും. റെക്കോർഡിംഗ് ആയാലും ഷോർട്സ് ആയാലും ഒക്കെ കുറച്ച് ഡിലേ ആവും. ഇപ്പോൾ അമ്മയുടെ കാര്യങ്ങളും കൂടെ ഉള്ളതുകൊണ്ട് ആകെ ഒരു തിരക്കാണ്. ഓക്കെ, അമ്മയെ പറ്റി അന്വേഷിച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദി. റിക്കവറിക്ക് കുറച്ച് സമയം എടുക്കും. പെയിൻ ഉണ്ട് എപ്പോഴും. ഒരു വീഴ്ച കിട്ടിയതല്ലേ, ഷോൾഡർ ശരിയായിട്ടില്ല. അപ്പോൾ ഇനി അടുത്ത ആഴ്ച ചെക്കപ്പ് ഉണ്ട്. അപ്പോൾ പോയാലേ എന്താണ് സിറ്റുവേഷൻ എന്നുള്ള അറിയുള്ളൂ. ആസ് ഇറ്റ് ഈസ് റെസ്റ്റിലാണ്. ഓക്കെ, എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കും അന്വേഷണത്തിനും അമ്മ പ്രത്യേകം പറയാൻ പറഞ്ഞു. ഓക്കെ, പിന്നെ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, ഇന്നലെ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്നൊന്ന് നോക്കാവോ, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് നോക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ചിങ്ങം ഒന്നുമാണ്. എല്ലാവർക്കും ചിങ്ങം ഒന്നിൻ്റെ ആശംസകൾ കേട്ടോ. ഇന്നത്തെ വർഷം എല്ലാവർക്കും നല്ല മാറ്റങ്ങളും സന്തോഷങ്ങളും ജീവിതത്തിൽ വരട്ടെ എന്ന് ഡിവൈൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്കിന്ന് നോക്കാം, നിങ്ങളുടെ സിറ്റുവേഷൻ പറയുമ്പോൾ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷനിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ, അവിടെ തേർഡ് പാർട്ടി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നൊരു വിഷയമല്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ സിറ്റുവേഷനിൽ എന്തെങ്കിലും മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ, മാറ്റം ഓൾറെഡി വന്നിട്ടുണ്ടോ? കാരണം മാനിഫെസ്റ്റേഷൻസ് ഒക്കെ നമ്മൾ ഒരുപാട് ചെയ്തതാണ്. നിങ്ങളിൽ പലരും ഹീലിങ്ങിൽ കൂടെ കടന്നു പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതെല്ലാം എന്തെങ്കിലും മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ടോ എന്നൊന്ന് നമുക്ക് ഇന്ന് കണ്ടു നോക്കാം കേട്ടോ. പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, പോസിറ്റിവിറ്റി കൈവിടാതിരിക്കുക. സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ട് ഇന്നും. ഓക്കെ, അപ്പോൾ തുടങ്ങാം. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എല്ലാവർക്കും എല്ലാം റെസനേറ്റ് ആയി കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. എത്രത്തോളം റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഓക്കെ, എല്ലാം പോസിറ്റീവായിട്ട് കാണുക. എല്ലാം ഒരു ചക്രം എപ്പോഴും മേലേക്ക് നിൽക്കില്ല അല്ലേ? അത് കറങ്ങി താഴേക്ക് വരും, കറങ്ങി മേലേക്കും പോവും. അങ്ങനെയാണ്. അപ്പോൾ ഒന്നും സ്ഥായിയായിട്ടുള്ള കാര്യങ്ങളല്ല, എല്ലാം മാറി വരും സിറ്റുവേഷൻസ് എന്ന് നമ്മൾ എപ്പോഴും ആലോചിക്കുക. ഭഗവാൻ എന്നും കണ്ണടക്കില്ല നമ്മളുടെ നേരെ, എന്തെങ്കിലും ഒരു വെളിച്ചം നമുക്ക് തരും അല്ലേ? അങ്ങനെ ഉറച്ച് വിശ്വസിക്കുക കേട്ടോ. അപ്പം നമുക്ക് തുടങ്ങാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷനിൽ എന്ത് മാറ്റങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക? എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ ഓൾറെഡി എന്ന് കാണിച്ചു തരൂ. അവർ ന്യൂ ലവിലായാലും എക്സിസ്റ്റിംഗ് ലവിലായാലും തേർഡ് പാർട്ടി സിറ്റുവേഷനിലായാലും ഹസ്ബൻഡ് ആൻഡ് വൈഫായാലും ഏത് സിറ്റുവേഷനിലായാലും അവരുടെ സിറ്റുവേഷനിൽ എന്ത് മാറ്റമാണ് വരുന്നത് എന്നൊന്ന് കാണിച്ചു തരൂ. ആദ്യം ന്യൂ ലവുകാരുടെ അവിടെ സിറ്റുവേഷനിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ സിറ്റുവേഷൻ ഇപ്പം എന്താണെന്ന് കാണിച്ചു തരൂ. ആദ്യം ന്യൂ ലവുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് മാറിയിട്ടുണ്ടോ എന്നൊന്ന് കാണിച്ചു തരൂ. ഓക്കെ, 8 ഓഫ് സ്വാർഡ്സ്, 9 ഓഫ് കപ്സ്, ഗുഡ്. വീൽ ഓഫ് ഫോർച്യൂൺ, 8 ഓഫ് പെൻഡക്കിൾസ്, കിങ് ഓഫ് സ്വാർഡ്സ്, കിങ് ഓഫ് പെൻഡക്കിൾസ്, ക്വീൻ ഓഫ് പെൻഡക്കിൾസ്. ഓക്കെ, അതിൻ്റെ തൊട്ട് താഴെ ഉണ്ടായിരുന്ന 2 ഓഫ് കപ്സ് ആണ് കേട്ടോ. ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് പറയാം. ചിലർക്കൊരു വിഷ് ഫുൾഫിൽമെൻറ്റ് വരുന്നതായിട്ട് തന്നെ കാണുന്നുണ്ട്. ക്ലാരിഫൈ 8 ഓഫ് സ്വാർഡ്സ്, പ്ലീസ് ക്ലാരിഫൈ 8 ഓഫ് സ്വാർഡ്സ്. ഇവരുടെ പേഴ്സൺ സെൽഫ് റെസ്ട്രിക്റ്റഡ് മോഡിലായിരുന്നെങ്കിൽ എന്താണ് മാറ്റം? ഓക്കെ, ക്വീൻ ഓഫ് കപ്സ് ആൻഡ് ടെമ്പറൻസ്. ക്ലാരിഫൈ 9 ഓഫ് കപ്സ്. ക്ലാരിഫൈ 9 ഓഫ് കപ്സ്. എന്ത് സിറ്റുവേഷനിലാണ് 9 ഓഫ് കപ്സിൻ്റെ എനർജി വരുന്നത്? ഡിവൈൻ, എന്ത് സിറ്റുവേഷനിലാണ് 9 ഓഫ് കപ്സിൻ്റെ എനർജി വരുന്നതെന്ന് കാണിച്ചു തരൂ. ഓക്കെ,
ഹാങ്ഡ് മാൻ, നൈറ്റ് ഓഫ് കപ്സ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ? വീൽ ഓഫ് ഫോർച്യൂൺ എന്ത് സിറ്റുവേഷനിലാണ് വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജി വരുന്നത്? എന്ത് സിറ്റുവേഷനിലാണ് വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജി വരുന്നത്? ഇത് ന്യൂ ലവുകാർക്കാണേ. ഏസ് ഓഫ് സ്വാർഡ്സ് ആൻഡ് കിങ് ഓഫ് വാൻഡ്സ്. ക്ലാരിഫൈ എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ്. ഏത് സിറ്റുവേഷനിലാണ് എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ് വരുന്നത് ഡിവൈൻ? ദ വേൾഡ് ആൻഡ് സെവൻ ഓഫ് കപ്സ്. ക്ലാരിഫൈ കിങ് ഓഫ് സ്വാർഡ്സ്. ഏത് സിറ്റുവേഷനിലാണ് കിങ് ഓഫ് സ്വാർഡ്സ് വരുന്നത്? കിങ് ഓഫ് സ്വാർഡ്സിൻ്റെ എനർജി ഏത് സിറ്റുവേഷനിലാണ് വരുന്നതെന്നൊന്ന് പറഞ്ഞു തരൂ. ഓക്കെ, ടു ഓഫ് വാൻഡ്സ് ആൻഡ് സിക്സ് ഓഫ് സ്വാർഡ്സ്. മിക്സ്ഡ് എനർജീസ് ആണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് അതാത് സിറ്റുവേഷൻ വെച്ചിട്ട് രാശികൾ ഞാൻ പറയാം. അതാത് സിറ്റുവേഷൻ വെച്ചിട്ട് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അത് വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ക്ലാരിഫൈ കിങ് ഓഫ് പെൻറ്റക്കിൾസ്. ക്ലാരിഫൈ കിങ് ഓഫ് പെൻറ്റക്കിൾസ്. ക്ലാരിഫൈ കിങ് ഓഫ് പെൻറ്റക്കിൾസ്. ഏസ് ഓഫ് കപ്സ് ആൻഡ് ഡെവിൾ. ഏസ് ഓഫ് കപ്സ് ആൻഡ് ഡെവിൾ. ക്ലാരിഫൈ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. ബോട്ടം ഓഫ് ദി ഡെക്ക് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആയിരുന്നു. ക്ലാരിഫൈ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. പേജ് ഓഫ് കപ്സ് ആൻഡ് ഫോർ ഓഫ് സ്വാർഡ്സ്. ഓക്കെ, ഇവിടെ ആദ്യത്തെ സെറ്റ് ഓഫ് കാർഡ്സ് വന്നിട്ട് നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ പേഴ്സൺ, അവർ കാരണം ന്യൂ ലവ് ആണ്. നിങ്ങൾ ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്തിരിക്കാം, അവരുടെ അടുത്തുനിന്നൊരു സ്പെസിഫിക് റിപ്ലൈ വന്ന് കാണില്ല, അല്ലെങ്കിൽ അവർ പറഞ്ഞു കാണും ഇപ്പോൾ ഞാൻ അതൊന്നും ആലോചിക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലല്ല എന്നവരൊരു മറുപടി തന്ന് കാണും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവരുടെ സിറ്റുവേഷനിൽ ചേഞ്ച് വന്നിരിക്കുന്ന അവർ ഹൈലി ഇമോഷണലായിട്ട് തന്നെയാണ് നിങ്ങളെപ്പറ്റി ആലോചിക്കുന്നത്. അവർ ഡിവൈൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. നിങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുണ്ട് കേട്ടോ. നിങ്ങളെ ഒരു പക്ഷേ ആ സമയത്ത് റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിരിക്കാം. അവർ സെൽഫ് റെസ്ട്രിക്റ്റഡ് ആയിട്ട്, അതായത് ഇഷ്ടമുണ്ടെങ്കിലും നിങ്ങളുടെ അടുത്ത് അവർ ഇഷ്ടമില്ലാത്ത പോലെ കാണിച്ച് കാണും, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കാണും എൻ്റെ സാഹചര്യം അങ്ങനെയാണ്, എനിക്ക് ഇതിൽ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ ഇവർ പറഞ്ഞു കാണും. പക്ഷേ അവിടെ ഒരു ഹീലിംഗ് കൂടെ കടന്നു പോകുന്നതായിട്ട് നിങ്ങൾ തമ്മിൽ ഒരു ഈക്വൽ ബാലൻസിൽ എത്തുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് അവർക്ക് ഫീലിങ്സ് ഉണ്ട് കേട്ടോ. ഫീലിങ്സ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ഫീലിങ്സ് ഉണ്ട്. ഇതിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ ഒന്ന് പറഞ്ഞു തരൂ ഡിവൈൻ. നെക്സ്റ്റ് ആക്ഷൻ ഒന്ന് പറഞ്ഞു തരൂ. ഇത് കറണ്ട് സിറ്റുവേഷൻ ആണ്. ഈ സമയം നിങ്ങളിത് കാണുന്ന സമയം അവരുടെ ചിന്തകളാണ് ഞാനീ പറയുന്നത്. നെക്സ്റ്റ് ആക്ഷൻ പറഞ്ഞു തരൂ. സിക്സ് ഓഫ് വാൻഡ്സ്. ഒരു പ്രപ്പോസൽ അക്സെപ്റ്റൻസ് ആണ് അവിടെ കാണുന്നത്. നിങ്ങൾ പ്രപ്പോസ് ചെയ്യുന്ന അവിടെ അവരത് അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. പേജ് ഓഫ് കപ്സ് അതിൻ്റെ കൂടെ തന്നെ വന്നു. ഞാൻ എടുത്തതല്ല, കൂടെ വന്നതാണ് കേട്ടോ. നിങ്ങൾക്കൊരു മെസ്സേജിൽ കൂടെ ആയിരിക്കാം അവർ ചിലപ്പോൾ അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. നിങ്ങളെപ്പറ്റി തന്നെ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അതൊരു നല്ല മൂമെൻ്റ് ആയിട്ടാണ് അവിടെ കാണുന്നത്. സ്വാർഡ്സിൻ്റെയും കപ്സിൻ്റെയും വാൻഡ്സിൻ്റെയും എനർജി അവിടെ ഉണ്ട്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ടെമ്പറൻസ് വെച്ചിട്ട് സാജിറ്റേറിയസ്, ധനു രാശി. അതേപോലെ വാൺസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. മേടം, ചിങ്ങം, ധനു. പിന്നെ ഇതാ സ്വാർഡ്സും ഉണ്ട് അല്ലേ. ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ഇത്രയും രാശിക്കാരാണ് കൂടുതലായും അവിടെ കണക്റ്റ് ആയിരിക്കുന്ന. സിറ്റുവേഷൻ വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഓക്കെ, രാശിയിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ട കൂടുതലായ രാശിക്കാരാണ് കണക്റ്റ് ആയത്. പക്ഷേ സിറ്റുവേഷൻ വെച്ചിട്ട് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അത് പ്രകാരം ചിന്തിക്കുക. ഓക്കെ, അടുത്ത ഗ്രൂപ്പുകാർക്ക് നോക്കാം. അടുത്തത് ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് ചിലർക്കെങ്കിലും അവിടെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. മീനരാശിക്കാർ ഏറ്റവും കൂടുതലായിട്ട് അവിടെ, പൈസസ് രാശിക്കാർ ഏറ്റവും കൂടുതലായിട്ട് അവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. രണ്ടാമത് കണക്റ്റ് ആയിരിക്കുന്ന ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം രാശിക്കാരും കുറച്ച് കൂടുതലായി തന്നെ അവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അവരൊരു നിങ്ങൾ പ്രപ്പോസ് ചെയ്ത സമയത്ത് ഇവർ പറഞ്ഞു കാണും ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കാണ്, അവിടെ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ പറഞ്ഞിട്ട് അവർ ചിലപ്പോൾ ഒരു റിജക്ഷൻ തന്നു പോയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, എന്ത് സിറ്റുവേഷൻ ആണെന്ന് കൂടെ നോക്കാം. എന്ത് സിറ്റുവേഷൻ മൂലമാണ് ഇവർ ഹാങ്ഡായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവുക ഡിവൈൻ?
എന്ത് സിറ്റുവേഷൻ മൂലമാണ് ഇവർ ഹാങ്ങിങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവുക? ഒരു ഹാങ്ഡ്മാൻ്റെ എനർജി എന്തുകൊണ്ടാണ് അവിടെ വന്നത്? ഒന്നുകിൽ അവരുടെ ഫാമിലിയുടെ എതിർപ്പായിരിക്കണം. ഫാമിലി എന്ന് പറയുമ്പോൾ പാരൻസും ആവാം. നിങ്ങളുടെ പേഴ്സൺ മാരീഡ് അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ് അല്ലെങ്കിൽ അവിടെ നിങ്ങളുടെ പാരൻസ്, നിങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ പാരൻസിൻ്റെ എതിർപ്പുകളൊക്കെ ആയിരിക്കും. പേടി, കാസ്റ്റ്, കൾച്ചർ, റിലിജൻ ഡിഫറൻസ്, സോഷ്യൽ സ്റ്റാറ്റസ് ഡിഫറൻസ്, അല്ലെങ്കിൽ വീട്ടുകാരെ പേടിയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ട് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിലും അവർ നിങ്ങളുടെ അടുത്ത് ഒരു റിജക്ഷൻ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ക്ഷമാപണത്തോടു കൂടി അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിട്ടും നിങ്ങൾക്കൊരു വിഷ് ഫുൾഫിൽമെൻറ്റ്, അതായത് നിങ്ങളുടെ പ്രപ്പോസൽ അവർ അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. കപ്സിൻ്റെ എനർജി തന്നെയാണ് അവിടെ കൂടുതലായിട്ട്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, അതേപോലെ മീനരാശി ഏറ്റവും കൂടുതലായിട്ട് കേട്ടോ. അവിടെ ഒരു പോസിറ്റീവ് റിപ്ലൈ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നല്ല എനർജിയാണ് അല്ലേ? അതേപോലെ വീൽ ഓഫ് ഫോർച്യൂൺ വെച്ചിട്ട്, വീൽ ഓഫ് ഫോർച്യൂൺ വരുമ്പോൾ എല്ലാ രാശിയും തന്നെ ഇതിൽ പെടുന്നതാണ്. വോൺസും സ്പോട്സും കുറച്ച് കൂടുതലായിട്ട് ഉണ്ട്. വോൺസ് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. സ്പോട്സ് വന്നിട്ട് ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ഓക്കെ, ഏറ്റവും കൂടുതലായിട്ട് വരുന്നുണ്ട്. അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവരെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, അവരൊന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു കാണും. അല്ലാതെ ഒരു അവിടെ ഒരു റിജക്ഷൻ ഒന്നും വന്നിട്ടില്ല. അവർ നിങ്ങളുടെ അടുത്ത് ഈക്വലി അട്രാക്റ്റഡ് ആണ്. അവരൊന്ന് ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞു കാണും. ഓക്കെ, ഇവിടെ ഞാൻ നെക്സ്റ്റ് ആക്ഷൻ നോക്കാത്ത, നെക്സ്റ്റ് ആക്ഷൻ അത് ഓൾറെഡി വന്നു കേട്ടോ. കാരണം ക്ഷമാപണത്തോടുകൂടി നിങ്ങളുടെ അടുത്തേക്ക് ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആയിട്ട് വരുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പിന്നീട് നെക്സ്റ്റ് ആക്ഷൻ നോക്കാതിരുന്നത്. നെക്സ്റ്റ് ആക്ഷൻ അവിടെ ക്ലിയർ ആണ്. ഓക്കെ, ഇവിടെയും അതേപോലെ അവരൊന്ന് വെയിറ്റ് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ലക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് ഫേവർ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവർക്കൊരു റിയലൈസേഷൻ, അവർക്കൊരു മെൻ്റൽ ക്ലാരിറ്റി അവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ്ങിന് തയ്യാറാണ് എന്ന് അവർ തീരുമാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. ലക്ക് നിങ്ങളുടെ ഫേവറിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ, clarify next action for these people, clarify next action for these people. ഏസ് ഓഫ് കപ്സ് ആൻഡ് ഡെവിൾ നിങ്ങളെ പ്രതി ഒബ്സസ്ഡ് ആയിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപാട് സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് അവർ ആലോചിച്ചിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞു പോയെങ്കിലും പോയതിന് ശേഷം അവർക്ക് നിങ്ങളെ പറ്റിയുള്ള ചിന്തകളെ നിർത്താൻ പറ്റിയിട്ടില്ല. അവർക്ക് റിയലൈസേഷൻ കിട്ടിയത് നിങ്ങളോട് അവർക്ക് ഇഷ്ടമാണ് എന്നുള്ള റിയലൈസേഷൻ അവർക്ക് വളരെ നന്നായി തന്നെ മനസ്സിലായതുകൊണ്ടാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് ഒരു അക്സെപ്റ്റൻസുമായിട്ട് വരുന്നതായിട്ട് കാണുന്നത് കേട്ടോ. നിങ്ങളെ പ്രതി ഹൈലി ഒബ്സസ്ഡ് ആണ് അവർ എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ തോട്ട്സ് നിർത്താൻ അവർക്ക് സാധിക്കുന്നില്ല. കപ്സിൻ്റെ എനർജിയും കൂടെ അവിടെ വന്നിട്ടുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ വെച്ച് എല്ലാ രാശിയും തന്നെ ഉണ്ട് കേട്ടോ. ഡെവിളിൻ്റെ എനർജിയാണ് കുറച്ച് കൂടുതലായിട്ട് അവിടെ വന്നിരിക്കുന്നത്. ഡെവിൾ വന്നിട്ട് കാപ്രിക്കോൺ, മകരരാശി കുറച്ച് കൂടുതലായിട്ട്, ഏറ്റവും കൂടുതലായിട്ട് കണക്റ്റ് ആയിരിക്കുന്ന മകരരാശിക്കാരാണ് കേട്ടോ. ബാക്കി എല്ലാവരും തന്നെ ഉണ്ട് ഈക്വലായിട്ട്. അടുത്തത് 8 of Pentacles, the World and 7 of Cups. ഇവിടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. നിങ്ങൾ പ്രപ്പോസ് ചെയ്ത് കാണും, ഇവർ പറഞ്ഞു കാണും ഇവർക്ക് ലൈഫിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതെല്ലാം തീർത്തതിന് ശേഷം മാത്രമേ അവരുടെ ഒരു ലൈഫിനെ പറ്റി അവർ ആലോചിക്കുന്നുള്ളൂ. അവരിപ്പോൾ വർക്കിൽ ബിസിയാണ്, അവർക്ക് വേറെ ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ സമയമില്ല എന്നുള്ള രീതിയിൽ അവർ പറയുന്നുണ്ട്. ഓക്കെ, പറഞ്ഞിട്ട് പോയിട്ടുണ്ടാവണം. നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലുമാണ്, അതുകൊണ്ട് സ്ഥിരമായി തമ്മിൽ കാണാനൊന്നും സാധിച്ചിട്ടുണ്ടാവില്ല. റെസ്പോൺസിബിലിറ്റി മൂലം ഇവർ മൂവ് ഓൺ ചെയ്ത് പുറത്തേക്ക് പോയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. ലോങ് ഡിസ്റ്റൻസ് പറയുമ്പോൾ ഒരു പക്ഷേ ഇവർ യാത്ര പറഞ്ഞിട്ടോ പറയാതെയോ നിങ്ങളെ വിട്ട് ലോങ് ഡിസ്റ്റൻസിലേക്ക്, ഈവൻ എബ്രോഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തു നിന്നും വേറെ സ്ഥലത്തേക്ക് മാറിപ്പോയിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇവിടെ ആക്ഷൻ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക തന്നെ വേണം. ആസ് ഇറ്റ് ഈസ് അവിടെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് വരുന്നതായിട്ട് കാണുന്നില്ല. അവരുടെ റെസ്പോൺസിബിലിറ്റീസിലും ജോബിലും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അവിടെ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീന രാശിക്കാരാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ഡിവൈൻ ഇവിടെ എന്തെങ്കിലും ആക്ഷൻ വരുന്നുണ്ടോ? വാട്ട് ഈസ് ദ നെക്സ്റ്റ് ആക്ഷൻ? ഇവിടെ എന്തെങ്കിലും ആക്ഷൻ എൻ്റെ വ്യൂവേഴ്സിനായിട്ട് അവരുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ടോ? ഒന്ന് പറഞ്ഞു തരൂ.
അവിടെ ഒരു അൺഫോർച്ചുനേറ്റ്ലി ഒരു ഹാൻഡ് മാൻ്റെ എനർജിയാണ് വരുന്നത് കേട്ടോ. അവിടെ സ്റ്റെബിലിറ്റി അവരവരുടെ ഫാമിലിക്ക് കൊടുക്കുന്നതായിട്ടാണ്. റെസ്പോൺസിബിലിറ്റി എന്ന് അവിടെ എടുത്താൽ മതി. ഓക്കെ, അവരുടെ ചിന്തകൾ അവരുടെ ഫാമിലി ആണ് പ്രയോറിറ്റി. കുടുംബത്തിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് ഒരുപാടുണ്ട്. ഓക്കെ, ഇവർക്ക് ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഒക്കെ പഠിക്കുന്നുണ്ടാവും, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി കാണും. അല്ലെങ്കിൽ ഒരു സിസ്റ്റർ കല്യാണത്തിനുണ്ടായിരിക്കും, അല്ലെങ്കിൽ അച്ഛൻ അമ്മയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ഭാരം ഇവർക്ക് ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ അവിടെ കാണുന്നുണ്ട്. ഫാമിലി റെസ്പോൺസിബിലിറ്റി വളരെ കൂടുതലായി കാണുന്നു. അതിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. കൂടെയുള്ള കാർഡ്സ് നമുക്ക് ഹാങ്ഡ് മാൻ എന്ന് പറയുന്ന അവിടെ ചിന്തകൾ മാറി വരുന്നതായിട്ടല്ല, അവിടെ സ്റ്റക്കായി നിൽക്കുന്നതായിട്ടാണ് പറയുന്നത്. ഓക്കെ, അവിടെ യാതൊരു മൂവ്മെൻറ്റും വരുന്നതായിട്ട് കാണുന്നില്ല. ഓക്കെ, കപ്സിൻ്റെ എനർജി കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉണ്ട്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനരാശി വളരെ കൂടുതലായിട്ട് കേട്ടോ. പൈസിസ് രാശി കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അടുത്തത് കിങ് ഓഫ് സ്വാർഡ്സ്, 2 ഓഫ് വാൻഡ്സ് ആൻഡ് 6 ഓഫ് സ്വാർഡ്സ്. ഓക്കെ, അവിടെ ഒന്നുകിൽ ഇവിടെ 3 സിനാറിയോ നമുക്ക് വരുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസും അവിടെ കാണുന്നുണ്ട്. ഓക്കെ, സ്വാർഡ്സിൻ്റെയും വാൻഡ്സിൻ്റെയും എനർജിയാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ലിബ്ര, ജെമിനായ്, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, അതേപോലെ വാൻഡ്സ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, അതാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ കണക്റ്റ് ആയിരിക്കുന്നത് കേട്ടോ. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് വളരെ പ്രബലമായിട്ട് കാണുന്നത്. അവിടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒന്നുകിൽ ഇവരുടെ ഫാദർ അല്ലെങ്കിൽ ഫാദറിനെ പോലെ ഇവർ ബഹുമാനിക്കുന്ന ആരോ ആയിരിക്കാം, വീട്ടുകാരുടെ എതിർപ്പ് ബേസിക്കലി. ഓക്കെ, അല്ലെങ്കിൽ ഇവർ മാരീഡ് ആവുമ്പോൾ അവരുടെ സ്പൗസ് അവിടെ ഭയങ്കര കൺട്രോളിങ് ആയിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിലും സ്പൗസ് വരുമ്പോൾ അവിടെ ഒരു തടസ്സം തന്നെയാണ് അല്ലേ. സ്പൗസിന് ഇവർക്ക് പേടിയാണ്. ഇതാണായാലും പെണ്ണായാലും. കിങ് ഓഫ് സോർട്സ് ആണെങ്കിലും എനർജി മാത്രം എടുത്താൽ മതി. അവിടെ ഇവർ മാരീഡ് ആണെങ്കിൽ ഇവരുടെ സ്പൗസിനെ ഇവർക്ക് പേടിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ സ്പൗസിനെ ഇവർക്ക് പേടിയാണ്. ഓക്കെ, വെരി സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് അവിടെ. അതുകൊണ്ട് ഇവർ നിങ്ങളുടെ ലവ് അക്സെപ്റ്റ് ചെയ്തില്ല, മൂവ് ഓൺ ചെയ്ത് പോയി എന്നാണ് അവിടെ കാണിക്കുന്നത് കേട്ടോ. തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടാണ് ഇവർ മടിച്ച് നിൽക്കുന്നതും മൂവ് ഓൺ ചെയ്ത് പോയതും. നിങ്ങൾ തമ്മിൽ ലോങ് ഡിസ്റ്റൻസിലും ആയിരിക്കാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ്ങുമാണ്. നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും വരുന്നുണ്ടോ ഡിവൈൻ ഇവരുടെ ഭാഗത്തു നിന്നും? ഇവരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു മാറ്റം വരുന്നുണ്ടോ? നെക്സ്റ്റ് ആക്ഷൻ പ്ലീസ്. അവർക്കും ഫാമിലി ഉണ്ടായിരിക്കാം കേട്ടോ. നിങ്ങൾക്ക് മാത്രമല്ല, അവരുടെ ഫാമിലിയുടെ അതായത് സ്പൗസിനെ പേടിച്ചിട്ടായാലും പേടിച്ചിട്ടല്ല, സ്പൗസ് ഉണ്ട്. അതുകൊണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനിലായതുകൊണ്ട് നിങ്ങളുടെ സ്പൗസിനെ മാത്രമല്ല, അത് ഇവരുടെ സ്പൗസും ആയിരിക്കാം. ഓക്കെ, സ്വന്തം സ്പൗസും ആയിരിക്കാം. അവിടെ അവർക്കൊരു റിയലൈസേഷൻ കിട്ടിയിട്ടുണ്ട്. അതായത് ഫുൾ ഓക്കെ മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവർക്ക് അവിടെ നിങ്ങളെ വിട്ടുപോയവിടെ അവർക്കൊരു റിയലൈസേഷൻ കിട്ടി. നിങ്ങൾ അവരുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊരു റിയലൈസേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാം എന്നവർ തീരുമാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. എല്ലാ റിസ്ക്കും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവർ മുന്നോട്ട് വരാൻ തീരുമാനിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇവിടെ എന്തെങ്കിലും കോണ്ടാക്റ്റ് വരാൻ സാധ്യതയുണ്ടോ ഡിവൈൻ? എന്തെങ്കിലും റെസ്പോൺസ് ഇവരുടെ ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുണ്ടോ എന്നൊന്ന് പറഞ്ഞു തരൂ. എന്തെങ്കിലും തരം റെസ്പോൺസ് ഇവരുടെ ഭാഗത്തു നിന്നും വരാൻ സാധ്യതയുണ്ടോ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്? റെസ്പോൺസിബിലിറ്റീസ് അവിടെ ഉണ്ട്, അതവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ലേഡി ഉണ്ടല്ലോ, അവരാണ് ഇവിടെ മാരീഡായിട്ട് കാണുന്നത് കേട്ടോ. അവർക്ക് റിസ്ക് ഫാക്ടർ ഉണ്ട് എന്നുള്ളത് അവർക്ക് തീർച്ചയായും മനസ്സിലാവുന്നുണ്ട്. അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, പക്ഷെ കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ ചാടിക്കയറി ഇവർ അക്സെപ്റ്റൻസ് ആയിരിക്കില്ല പറയുന്നത്, അതും ഞാൻ പറയാം. ഓക്കെ, ചാടിക്കയറി ശരി നമുക്ക് റിലേഷനിൽ മുന്നോട്ട് പോകാം എന്നല്ല ഇവർ പറയാൻ പോകുന്നത്. നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ ഇവർ നിങ്ങളോട് സംസാരിക്കാൻ വരുന്നത് തന്നെ ഒരു വലിയ റിസ്ക് എടുത്തിട്ടായിരിക്കും. ഓക്കെ, ഒരു എന്താ പറയുക,
പേടിച്ചിട്ടാണ് ഇവർ നിങ്ങളെ കാണാൻ വരുന്നത് എന്ന് കാണുന്നുണ്ട്. കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾ രണ്ടുപേരും വരുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടെ ഇവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. പ്രോബബ്ലി കുട്ടികൾ ഒക്കെ ഉണ്ടായിരിക്കും ഈ മാരേജിൽ. അതും അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വലിയ റിസ്ക് ഉണ്ട് അതിൽ എന്ന് അവർ റിയലൈസ് ചെയ്യുന്നു. ഓക്കെ, റിയലൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒപ്പം മുന്നോട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു തീരുമാനമല്ല അവിടെ, അത് ഞാൻ പറയാം. റിയലൈസേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവർ ആലോചിച്ച് തീരുമാനിക്കാം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേഷനിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. മേടരാശിക്കാർ ഏറ്റവും കൂടുതലായിട്ട് അവിടെ, ഏരീസ് രാശിക്കാർ ഏറ്റവും കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. അതേപോലെ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, എല്ലാ രാശിയും തന്നെ കപ്സ് ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ട് ഇവിടെ. സ്പോർട്സ് വെച്ചിട്ട് ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, വേറെന്താ ബോൺസ് ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ഇത്രയും രാശിക്കാരാണ് ഇവിടെ കൂടുതലായിട്ട് കണക്റ്റ് ആയിരിക്കുന്ന മേടരാശിക്കാരെ ഏറ്റവും കൂടുതലായിട്ട്. ഓക്കെ, അടുത്തത് കിങ് ഓഫ് പെൻഡക്കിൾസ്, ഡെവിൾ ആൻഡ് ഏസ് ഓഫ് കപ്സ്. ചിലർ നിങ്ങൾ പ്രപ്പോസ് ചെയ്ത് കാണും, അവരവരുടെ റെസ്പോൺസിബിലിറ്റിക്ക് പ്രയോറിറ്റി കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ അവർ മുന്നോട്ട് വന്ന് കാണില്ല, അക്സെപ്റ്റ് ചെയ്ത് കാണില്ല. എനിക്കിപ്പോൾ റെസ്പോൺസിബിലിറ്റിയാണ് വലുത് എന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് കാണും. ഓക്കെ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇപ്പോൾ എനിക്ക് ഒരു റിലേഷനെ കുറിച്ചൊന്നും ആലോചിക്കാനുള്ളൊരു സിറ്റുവേഷൻ അല്ല എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു കാണും കേട്ടോ. പക്ഷെ അവർ പറഞ്ഞിട്ട് പോയതിന് ശേഷം നിങ്ങളെ പറ്റി തന്നെയാണ് ചിന്തിച്ചിരുന്നത്. അവർക്ക് മനസ്സിൽ സ്നേഹമുണ്ട് താനും കേട്ടോ. സ്നേഹം ഉള്ളിൽ വെച്ചിട്ട്, ഒബ്സഷൻ ഉള്ളിൽ വെച്ചിട്ടും തന്നെയാണ് ഇവർ നിങ്ങളുടെ അടുത്ത് അവരുടെ സ്നേഹം പറയാതിരുന്നത്. ഇത് പറയാത്തത് മൂലം ഇവർ ചില അഡിക്ഷൻസിലൊക്കെ ചെന്ന് പെട്ടിരിക്കാനും സാധ്യത അവിടെ കാണുന്നുണ്ട് കേട്ടോ. ഒബ്സസ്ഡ് തോട്ട്സോടൊപ്പം തന്നെ ഒരു എന്താ പറയുക, ചില അഡിക്ഷൻസിലേക്ക് ഇവർ വീണു പോകുന്നതായിട്ടും കാണുന്നുണ്ട്. സ്നേഹം ഒരുപാടുണ്ട്, ഇവർക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. ഇവിടെയുള്ള ഒബ്സ്റ്റക്കിൾ എന്താണെന്നൊന്ന് കാണിച്ചു തരൂ ഡിവൈൻ. എന്ത് തരം റെസ്പോൺസിബിലിറ്റിയാണ് ഇവിടെ, എന്ത് തരം റെസ്പോൺസിബിലിറ്റിയാണ് അവർക്കുള്ളത്, എന്ത് തരം റെസ്പോൺസിബിലിറ്റിയാണ് അവർക്ക് അവിടെ ഉള്ളത്, ഒന്ന് കാണിച്ചു തരൂ. അവിടെ ഒരു സ്പൗസ് ഉണ്ട്, ഒരു തേർഡ് പാർട്ടി ഉണ്ട് കേട്ടോ. അവിടെ ഒരു തേർഡ് പാർട്ടി ഉള്ളത് കൊണ്ടാണ് വെരി സ്ട്രോങ് ആയിട്ട് അവിടെ ഒരു സ്പൗസ് തന്നെയാണ് കാണുന്നത്. സ്പൗസിന് ഇവർക്ക് പേടിയുമാണ്, അവിടെ റെസ്പോൺസിബിലിറ്റിയും ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇവർ മുന്നോട്ട് വരാത്തത്. ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് പ്രതീക്ഷിക്കാമോ ഡിവൈൻ? ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് പ്രതീക്ഷിക്കാമോ? എന്തെങ്കിലും ആക്ഷൻ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ? ഇല്ല, അവിടെ യാതൊരു ആക്ഷനും വരുന്നതായിട്ട് കാണുന്നില്ല. ഇവർ സ്നേഹം മനസ്സിൽ വെച്ചിട്ട് അനങ്ങാതിരിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം അവിടെ റെസ്ട്രിക്ഷൻസ് വളരെ സ്ട്രോങ് ആണ് കേട്ടോ. സ്പോർട്സിൻ്റെ എനർജിയാണ് ഏറ്റവും കൂടുതലായിട്ട് അവിടെ വന്നിരിക്കുന്നത്. സ്പോർട്സ് ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. അതേപോലെ മകരരാശി കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉണ്ട്. കാപ്രിക്കോൺ, മകരം കേട്ടോ. അതേപോലെ പെൻഡക്കിൾസ് വെച്ചിട്ട് ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. കാപ്രിക്കോൺ ആണ്, മകരരാശിയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിൽ കണക്റ്റ് ആയിരിക്കുന്നത്. ബാക്കിയെല്ലാം ഈക്വലായിട്ട് ഉണ്ട് കേട്ടോ. അവിടെ ആക്ഷൻ ഒന്നും വരുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. സ്നേഹമുണ്ടോ ചോദിച്ചാൽ സ്നേഹമുണ്ട് താനും കേട്ടോ. മനസ്സിൽ ഒരുപാട് സ്നേഹ അട്രാക്ഷനും എല്ലാം ഉണ്ട്. പക്ഷേ അവർക്ക് അവിടെ ആക്ഷൻ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത്. ക്വീൻ ഓഫ് പെൻഡക്കിൾസ്, 4 of swords and page of cups. Taurus, Virgo, Capricorn, ഇടവം, കന്നി, മകരം, ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, പിന്നെ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ഇത്രയും രാശിയാണ് ഇവിടെ കണക്റ്റ് ആയിരിക്കുന്നത്. ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കും, മെസ്സേജസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നുണ്ടാവും. ഓക്കെ, ഇവർ ജോലിയിൽ കുറച്ച് ശ്രദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. എനിക്ക് ആ ക്വീൻ ഓഫ് പെൻഡക്കിൾസ് ഒന്ന് ക്ലാരിഫൈ ചെയ്യണം. ക്ലാരിഫൈ ക്വീൻ ഓഫ് പെൻഡക്കിൾസ്. ക്വീൻ ഓഫ് പെൻഡക്കിൾസ് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യൂ ഡിവൈൻ. എനിക്ക് അവിടുത്തെ മെസ്സേജ് ക്ലിയർ ആയില്ല. ക്വീൻ ഓഫ് പെൻഡക്കിൾസ് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കൊന്ന് ക്ലാരിഫൈ ചെയ്തു. എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ? ഇവിടെ
എംപററും മൂണുമാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ, അവിടെ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഇവരും നിങ്ങളും തമ്മിൽ ഓക്കെ, ഇതാണാണോ പെണ്ണാണോ എന്ന് അവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, എനർജിയാണ് എടുക്കേണ്ടത്. നിങ്ങൾ ഒരാളെ പ്രപ്പോസ് ചെയ്തു, ന്യൂ ലവ് ആണ്, അവരും നിങ്ങളും തമ്മിൽ കൺസിഡറബിൾ ഏജ് ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, സാമാന്യം നല്ലൊരു ഏജ് ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ട് ഇവർ മടിച്ച് നിൽക്കുന്നതാണ്. ഇവർ ചിലപ്പോൾ നിങ്ങളുടെ ബോസ് ആയിരിക്കാം, മാനേജർ ലെവലിലൊക്കെ ഉള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളിൽ പെടുന്ന ഒരാളാണ്. പക്ഷേ ഭയങ്കര ഏജ് ഗ്യാപ്പ് നിങ്ങളും തമ്മിലുണ്ട്. ഏജ് ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ 3-4 വയസ്സിൽ കൂടുതൽ ഏജ് ഗ്യാപ്പ് നിങ്ങൾ തമ്മിൽ ഉണ്ട്. ഇവർ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം കാസ്റ്റ്, കൾച്ചർ, റിലിജിയൻ, സോഷ്യൽ സ്റ്റാറ്റസ് എല്ലാം തന്നെ അവിടെ ഡിഫറെൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. ഇവർ ഇതിനെപ്പറ്റി ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓവർ സ്ട്രെസ്സാണ്. ഓക്കെ, ഒരുപാട് സ്ട്രെസ്സായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഇവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഇവരുടെ ലൈഫിൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഈ ഏജ് ഗ്യാപ്പ് മൂലം നിങ്ങൾ ഇനി ഒരു റിലേഷൻഷിപ്പിൽ വന്നാൽ തന്നെ ഇത് സക്സസ് ആകുമോ ഇല്ലയോ, കാരണം ഏജ് ഗ്യാപ്പ് ഉണ്ട് അവിടെ. അതുകൊണ്ട് അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ഇൻസെക്യൂരിറ്റി അവിടെ ഇനി കുറച്ച് കാലം കഴിയുമ്പോൾ സ്നേഹം ഇല്ലാതായാലോ എന്നൊക്കെയുള്ളൊരു ഭയം അവർക്ക് അവിടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഹൈലി ഇമോഷണലായിട്ട് അതിനെ പറ്റിയിട്ട് ആലോചിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റിലുണ്ട്, മെസ്സേജസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നുണ്ടായിരിക്കും, എല്ലാം ഉണ്ട്. പക്ഷെ അവരൊരു തീരുമാനം അവിടെ നിങ്ങളെ അറിയിച്ചിട്ടില്ല എന്നാണ് കാണുന്നത്. ഒരു ക്ലിയർ തീരുമാനം, നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്. ഇവർ എന്താണ് ഇവരുടെ മനസ്സിലെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളും സ്ട്രെസ്ഡാണ്, അവരും സ്ട്രെസ്ഡാണ്, ഉറക്കമൊന്നുമില്ല, ആൻസൈറ്റിയാണ്, ഡിപ്രഷനാണ്. ഓക്കെ, എപ്പോഴും ഓവർ തിങ്കിങ് ആണ്. എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ മറികടക്കേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. നെക്സ്റ്റ് ആക്ഷൻ ഇവിടെ ഒരു പുതിയ ബിഗിനിങ് വരണമെങ്കിൽ ആ കാലചക്രം തിരിഞ്ഞു തന്നെ വരണം. അതായത് ഇവർക്ക് ഒരു റിയലൈസേഷൻ വരണം. ക്ലാരിഫൈ ദ വീൽ. എന്ത് തരം റിയലൈസേഷൻ ആണ് ഡിവൈൻ ഇവർക്ക് വരേണ്ടത്? ഇവർക്ക് സ്നേഹമാണ് ഇവരുടെ റെസ്പോൺസിബിലിറ്റിയേക്കാൾ പ്രധാനം എന്ന് ഇവരൊരു ഉറച്ച തീരുമാനം എടുക്കണം. അവരുടെ ഭാഗത്തിൽ നിന്നും ഒരു ഉറച്ച തീരുമാനം എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഈ റെസ്പോൺസിബിലിറ്റിയുടെ സെൻസ് അവിടെ വരുമ്പോൾ ഇത് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നില്ല. ഇവർ റെസ്പോൺസിബിലിറ്റിക്കും കൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് അവിടെ വേ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അതായത് വേറൊരു എന്തെങ്കിലും സിറ്റുവേഷനിൽ ലൈക്ക് പാരൻ്റൽ ഇതാണെങ്കിൽ പ്രഷറാണെങ്കിൽ പാരൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് അവിടെ വരുന്നു. അല്ല, അവിടെ ഒരു സ്പൗസ് ഉണ്ട്, സ്പൗസിനവിടെ കുറച്ച് കൂടുതൽ റെസ്പോൺസിബിലിറ്റി ആണല്ലോ എന്നുള്ളൊരു ഒരു വെയിറ്റേജ് അവിടെ വരുന്നു എന്നൊക്കെ വരുന്ന സന്ദർഭത്തിൽ ഇവിടെ അവർ സംശയിച്ച് നിൽക്കുന്നുണ്ട്. ആ ചിന്തകൾ മാറി നിങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, സ്നേഹമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നൊരു ഉറച്ച തീരുമാനം ഇവരെടുത്താൽ മാത്രമേ ഈ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ മനസ്സ് മാറി വന്ന് ഒരു ഉറച്ച തീരുമാനം എടുത്താൽ മാത്രമേ അവിടെ ഒരു ന്യൂ ബിഗിനിങ് വരുന്നുള്ളൂ. ഉടനെ വരുമെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല, അവിടെ അങ്ങനെ കാണുന്നില്ല കേട്ടോ. മേട രാശിക്കാർ ഏറ്റവും കൂടുതലായിട്ട്, ഏരീസ് രാശിക്കാർ ഒരുപാട് കൂടുതലായിട്ട് അവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. മീനം, പൈസസ് രാശിക്കാരും കുറേ കൂടുതലായിട്ടുണ്ട്. ചാരിയറ്റ് വെച്ചിട്ട് ക്യാൻസർ, കർക്കിടക രാശിക്കാരും കുറേ കൂടുതലായിട്ടുണ്ട്. പിന്നെ വാൺസ് ഉണ്ട്, കപ്സ് ഉണ്ട്, പെൻറ്റക്കിൾസ് ഉണ്ട്, സ്വാർട്സ് ഉണ്ട്, എല്ലാവരും തന്നെ ഉണ്ട്. എല്ലാ രാശിക്കാരും തന്നെ ഇതിൽ ഉണ്ട്, കുറേശ്ശെ ഉണ്ട്. കൂടുതലായിട്ടും ക്യാൻസർ, കർക്കിടക രാശി, മേടരാശി, ഏരീസ് രാശി, മീനരാശി, മീനത്തിൻ്റേത് പൈസസ് രാശിയും കുറച്ച് കൂടുതലായിട്ട് അവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതായിരുന്നു ന്യൂ ലവുകാരുടെ സിറ്റുവേഷൻ ചേഞ്ച്. ഇനി നമുക്ക് എക്സിസ്റ്റിംഗ് ലവുകാരുടെ നോക്കാം. എക്സിസ്റ്റിംഗ് ലവ് ആണ്, നിങ്ങൾ തമ്മിൽ പരസ്പരം മനസ്സ് തുറന്നിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, അറ്റ്ലീസ്റ്റ് മനസ്സ് തുറന്നിട്ടുണ്ടോ ഇല്ലയോ, നിങ്ങൾ തമ്മിൽ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുള്ളത്. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണെങ്കിൽ, ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൊക്കെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ് അവിടെ മാറ്റമെന്ന് നമുക്ക് നോക്കാം. ഡിവൈൻ, ഐ എം ആസ്കിങ് ഫോർ എക്സിസ്റ്റിംഗ് ലവേഴ്സ്.
എക്സിസ്റ്റിംഗ് ലവറിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇവരുടെ സിറ്റുവേഷനിൽ എന്തെങ്കിലും മാറ്റം വരാൻ സാധ്യതയുണ്ടോ? എന്തെങ്കിലും സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ കൂടെ ഇവർ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും മാറ്റം ഇവർക്ക് വരാൻ സാധ്യതയുണ്ടോ എന്നൊന്ന് പറഞ്ഞത്. എന്തെങ്കിലും മാറ്റം ഇവർക്ക് വരാൻ സാധ്യതയുണ്ടോ എന്ന് പറഞ്ഞത്. Two of Pentacles, High Priestess, Magician, Two of Swords, Wheel of Fortune, Judgment, Ace of Wands, bottom of the deck വന്നിട്ട് Page of Swords. പലരും ജഗ്ലിംഗ് സിറ്റുവേഷനിലായിട്ട് കാണുന്നുണ്ട്. എക്സിസ്റ്റിംഗ് ലവേഴ്സിൽ തന്നെ പലർക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ക്രോസ് റോഡ് സിറ്റുവേഷൻസിൽ വന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലർക്ക് കരിയർ റിലേറ്റഡ് ആയിട്ടാണ് അവർ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഫൈനാൻസ് റിലേറ്റഡ് ഇഷ്യൂസ് അവിടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ചിലർക്ക് അവരുടെ മദറിൻ്റെ സൈഡിൽ നിന്നും ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്ക് മാരീഡ് ആണെങ്കിൽ അവരുടെ സ്പൗസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി അറിയും എന്നുള്ളൊരു ഭയം അവരെ പിടികൂടുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതേപോലെ മജീഷ്യൻ വെച്ചിട്ട് നിങ്ങളെ പറ്റി തന്നെയാണ് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നതും. ഓവർ തിങ്കിങ് ഉണ്ട് അവിടെ. ഏത് രീതിയിലും ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്നവരും ഇതിലുണ്ട്. ഓക്കെ. വീൽ ഓഫ് ഫോർച്യൂൺ പറയുമ്പോൾ ഒരു സ്റ്റക്ക് സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ ഭാഗ്യം നിങ്ങളുടെ വശത്തേക്ക് തിരിഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട് ഒരു ചിലർക്കെങ്കിലും ഒരു കോർട്ട് കേസ് മുതലായ കാര്യങ്ങളൊക്കെയാണ് അവിടെ ഒരു തടസ്സമായിട്ട് വരുന്നത്. അവിടെ ചിലരെങ്കിലും സ്പിരിച്വൽ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. അതിൻ്റെ ഔട്ട്കം എന്താണെന്ന് നമുക്ക് നോക്കാം. ചിലർക്കെങ്കിലും ഒരു പുതിയ ബിഗിനിങ് വരുന്നതായിട്ടും അവിടെ കാണുന്നുണ്ട്. ചിലർക്ക് മെസ്സേജസും കോണ്ടാക്റ്റും ഒക്കെ വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ. പ്രഥമ ദൃഷ്ടിയായതായിരുന്നു. ക്ലാരിഫൈ ചെയ്തിട്ട് ബാക്കി പറയാം. ക്ലാരിഫൈ ടു ഓഫ് പെൻറ്റക്കിൾസ്. ക്ലാരിഫൈ ടു ഓഫ് പെൻറ്റക്കിൾസ്. ഇവിടെ ടു ഓഫ് പെൻറ്റക്കിൾസിൻ്റെ സിറ്റുവേഷൻ എന്താണ് ഡിവൈൻ? എക്സിസ്റ്റിംഗ് ലവേഴ്സാണ്. ടു ഓഫ് പെൻറ്റക്കിൾസിൻ്റെ സിറ്റുവേഷൻ എന്താണ്? വേറെ വേറെ പ്രയോറിറ്റീസ് അവർക്ക് ഉള്ളതായിട്ടാണ് അവിടെ കാണുന്നത്. അവിടെ 9 ഓഫ് സ്വാർഡ്സും 9 ഓഫ് കപ്സും ആണ് കാണുന്നത്. അതായത് ജഗ്ലിംഗ് ആയിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് അവർ ഓർത്ത് സ്ട്രെസ് എടുത്ത് ഇരിക്കുകയായിരുന്നെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു വിഷ് ഫുൾഫിൽമെൻറ്റ് വരുന്നതായിട്ടാണ് കാണുന്നത്. പ്രയോറിറ്റീസ് വേറെ അവർക്കുണ്ടായിരുന്നു അവിടെ. അത് എക്സിസ്റ്റിംഗ് ലവേഴ്സ് ആണ്. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ അധികം സമയം തരാനോ ഒന്നും ഇവർ ശ്രമിച്ചു കാണില്ല. അതിനെപ്പറ്റി ഓർത്തിട്ട് നിങ്ങൾ സ്ട്രെസ്ഡ് ആയിരുന്നു, അവരും സ്ട്രെസ്ഡ് ആയിരുന്നു. ഉറക്കമില്ലായ്മയും ഓവർ തിങ്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഡിവൈൻ എന്ത് തരം വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് ഇവിടെ വരുന്നതായിട്ട് കാണുന്നത്? ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്ത് പ്രതീക്ഷിക്കാം? ടു ഓഫ് കപ്സ്, ഒരു റീയൂണിയൻ വരുന്നതായിട്ടാണ് കാണുന്നത്. പരസ്പരം സ്നേഹം തുറന്ന് പറയുന്നതായിട്ട് കാണുന്നുണ്ട്. എക്സ്പ്രസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു ഈക്വൽ ഗിവൺ ടേക്കിൽ എത്തുന്നതായിട്ടും ഒരു ബാലൻസിൽ എത്തുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും തന്നെ ഹീലിങ്ങിൽ കൂടെ കടന്നു പോകുന്നതായിട്ടും അവിടെ ഒരു ക്ലാരിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് കിട്ടുന്നതായിട്ടും അതുവഴി ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് വരുന്നതായിട്ടുമാണ് കാണുന്നത് കേട്ടോ. അവിടെ ടെമ്പറൻസ് വെച്ചിട്ട് സാജിറ്റേറിയസ് ധനുരാശി കുറച്ച് കൂടുതലായിട്ട് കാണുന്നു. കപ്സും കുറച്ച് കൂടുതലായിട്ടുണ്ട്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ലിബ്ര, ജമുന, എക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. ഇത്രയും രാശിക്കാരാണ് അവിടെ കൂടുതലായിട്ട് വരുന്നത്. ഇവിടെ അടുത്തത് 2 സിനാറിയോ ഞാൻ പറഞ്ഞു. ഒന്നുകിൽ ഇവരുടെ മദർ അല്ലെങ്കിൽ അമ്മയെ പോലെ ഇവർ കരുതുന്ന ഒരാൾ അവിടെ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ അതൊരു തേർഡ് പാർട്ടി ആയിരിക്കാം. ഓക്കെ. ഇവരുടെ സ്പൗസ് ആയിരിക്കാം. സ്പൗസ് ആവുമ്പോൾ ഇവർ വിചാരിക്കുന്നത് ഇവരുടെ ആ തേർഡ് പാർട്ടി അതൊരു ലേഡിയാണ് എന്തൊക്കെ ആയാലും. ഓക്കെ. ഡിവൈൻ ഫെമിനൈൻ ആണ് അവിടെ. അപ്പോൾ ലേഡി എന്ന് തന്നെ നമുക്ക് എടുക്കേണ്ടി വരും. അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി അറിഞ്ഞാൽ അത് പ്രശ്നമാകും എന്നിവർ പേടിച്ച് മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. മീനരാശിക്കാർ, പൈസസ് കുറച്ച് കൂടുതലായിട്ട് അവിടെ ഉണ്ട്. ക്ലാരിഫൈ ഹൈ പ്രീസ്റ്റസ്. ക്ലാരിഫൈ ഹൈ പ്രീസ്റ്റസ്. വാട്ട് ഈസ് ദ സിറ്റുവേഷൻ ഹിയർ?
എംപറസ് ആൻഡ് എംപറർ. ആഹാ, എംപറസും എംപററും. അവിടെ അമ്മ മാത്രമല്ല, അച്ഛൻ്റെ ഭാഗത്തു നിന്നും പ്രശ്നങ്ങളുണ്ട്. ഫാമിലി പ്രാക്ടിക്കാലിറ്റി ഒക്കെയാണ് അവിടെ പ്രശ്നമായിട്ട് വരുന്നത് കേട്ടോ. അവിടെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇവര് മനസ്സിനേക്കാൾ ബുദ്ധി വെച്ച് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആണ്, നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. ഓക്കെ, നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻറ്റ് ഇവരുടെ ലൈഫിൽ ഇല്ല എന്നൊക്കെ ഇവർ വിചാരിക്കുന്നുണ്ട്, ഇവർ പറയുന്നുണ്ടാവും. ഓക്കെ, പക്ഷേ ആ സിറ്റുവേഷനിൽ എത്തുമ്പോൾ, നിങ്ങളെ കാണുമ്പോൾ ഇവർ പറയുന്നുണ്ടാവും നിങ്ങൾ അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളെ പ്രതി സ്നേഹവും കാണിക്കുന്നുണ്ടാവും, ഒരുപാട് അട്രാക്ഷൻ കാണിക്കുന്നുണ്ടാവും, നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ വാക്കുകളൊക്കെ പറയുന്നുണ്ടാവും. ലൈക്ക് നിങ്ങൾ അത്രയും എന്നെ വേറെ ആരും കെയർ ചെയ്യുന്നില്ല എന്നൊക്കെ ഇവർ പറയുന്നുണ്ടാവും. ഹൈലി അട്രാക്റ്റഡ് ആണ്, ജെനുവിൻലി അട്രാക്റ്റഡും ആണ് കേട്ടോ. നിങ്ങളുടെ അടുത്ത് ജെനുവിൻ ആണോ ചോദിച്ചാൽ ആണ്, അല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അവരുടെ അടുത്തെത്തുമ്പോൾ, അതായത് ഇവരുടെ സ്പൗസാണോ അവരുടെ അമ്മയാണോ ഇവരെ പേടിപ്പിച്ച് നിർത്തുന്ന ആളുണ്ടല്ലോ, അവരുടെ അടുത്തേക്ക് എത്തുമ്പോൾ ഇവരുടെ ബുദ്ധി പ്രവർത്തിച്ചു തുടങ്ങും. ഹാർട്ട് അവിടെ ഒന്ന്, ഫീലിങ്സ് അവിടെ ഒന്ന് താണിട്ട് പ്രാക്ടിക്കാലിറ്റി അവിടെ വർക്ക് ചെയ്ത് തുടങ്ങും. അപ്പോൾ അവരെ സന്തോഷിപ്പിച്ച് നിർത്താൻ ശ്രമിക്കും. ഇവിടെ വരുമ്പോൾ നിങ്ങളെ സന്തോഷിപ്പിച്ച് നിർത്താൻ ശ്രമിക്കും എന്നുള്ള സിറ്റുവേഷനാണ് അവിടെ കാണുന്നത്. ഓക്കെ, ഇതെങ്ങനെ സോൾവ് ചെയ്യും അല്ലേ? ലോയൽറ്റി എന്ന് പറയുന്നത് റിലേറ്റീവ് ആണ്. നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇവിടെ തേർഡ് പാർട്ടി ഉള്ള കാര്യം. ഓക്കെ, നിങ്ങൾക്ക് നല്ല വ്യക്തമായ ബോധമുണ്ട്. ഇവരെ നുണയൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങളുടെ അടുത്ത് ലോയലായിട്ട് ഉള്ള കാര്യം, സിറ്റുവേഷൻ ഇന്നതാണെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നിങ്ങളൊരു കോംപ്രമൈസിങ് സിറ്റുവേഷനിൽ മുന്നോട്ട് പോകണം എന്നാണ്. അതായത് അവരെയും വിടാൻ വയ്യ, നിങ്ങളെയും വിടാൻ വയ്യ എന്നുള്ള സിറ്റുവേഷൻ, അത് അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് ഇവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ മീനരാശിക്കാരോടൊപ്പം തന്നെ ഏരീസ്, മേടരാശിക്കാർ കുറച്ച് കൂടുതലായിട്ടുണ്ട്. അതേപോലെ ടോറസ്, ഇടവ രാശിക്കാരും കുറച്ച് കൂടുതലായിട്ട് അവിടെ ഉണ്ട്. അവരുടെ സ്പൗസിനെ അല്ലെങ്കിൽ അമ്മയെ വിട്ട് വരുമോ എന്ന് ചോദിച്ചാൽ അത് ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. അവിടെ ഒരു ഉത്തരം എളുപ്പമല്ല. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. കണ്ടോ, കാർഡ്സ് വീണ്ടും കയ്യിൽ നിന്ന് താഴെ പോയി. ഒന്ന് റിലാക്സ് ചെയ്യുക. നിങ്ങൾ ഭയങ്കര അജിറ്റേറ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു, ഭയങ്കര സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ കാർഡ്സ് എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല, എനിക്കങ്ങനെ സംഭവിക്കാറില്ല. ഓക്കെ, ഒന്ന് റിലാക്സ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ അജിറ്റേഷൻ ആണോ നിങ്ങളുടെ ആണോ എന്ന് എനിക്കറിയില്ല. ഭയങ്കര സ്ട്രോങ് ആയിട്ട് എനിക്ക് കാർഡ്സിൽ വൈബ്രേഷൻ കിട്ടുന്നു. ഓക്കെ, കാർഡ്സിൽ വൈബ്രേഷൻ കിട്ടുന്നു. ദയവ് ചെയ്ത് സമാധാനിക്കുക, ഒന്ന് ഡീപ് ബ്രീത്ത് ചെയ്ത് സമാധാനിക്കൂ. നല്ലതല്ല അങ്ങനെ ഒരു എനർജി. ഓക്കെ, സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാം ഓൾറെഡി. നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും വരുന്നുണ്ടോ ഡിവൈൻ ഈ കേസിൽ? ഇവരുടെ കാര്യത്തിൽ നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും വരുന്നുണ്ടോ? ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് എംപ്രസ്. വീണ്ടും ഇവർ ജഗ്ലിംഗ് ആണ്. അവരെ വിട്ട് വരാൻ സാധിക്കാതെ നിൽക്കുന്നതിൻ്റെ ഒരു കാര്യം, ഫൈനാൻഷ്യലി ഇവരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇവർ എന്താ പറയുക, അമ്മയാണെങ്കിൽ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരാളാണെങ്കിൽ അവിടെ ഇവരെ പഠിപ്പിക്കുകയോ സപ്പോർട്ട് ചെയ്യുകയോ ഫൈനാൻഷ്യലി പ്രോപ്പർട്ടി ഒക്കെ ഇവരുടെ കയ്യിലായിരിക്കും. അത് ഇവർക്ക് അത് താങ്ങി നിന്നേ പറ്റൂ എന്നുള്ള സിറ്റുവേഷനാണ്. അല്ലെങ്കിൽ സ്പൗസ് ആണെങ്കിലും ഇവരിവിടെ ഒരു ഫൈനാൻഷ്യൽ ഡിപ്പെൻഡൻസി അവരുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഇവരെ വിട്ടുപോകാൻ നിങ്ങളുടെ പേഴ്സൺ തീരുമാനിച്ചാൽ അവിടെ ഫൈനാൻഷ്യൽ ലോസ് ഭയങ്കരമായിട്ട് വരുമെന്നവർ പേടിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളെ പ്രതി അട്രാക്റ്റഡ് ആണോ ചോദിച്ചാൽ ഹൈ ലെവൽ ഓഫ് അട്രാക്ഷൻ. എംപ്രസ് തന്നെയാണ് ക്ലാരിഫൈ ചെയ്തിരിക്കുന്നത്. സോ ദർ ഇസ് നോ റീപ്ലേസ്മെൻറ്റ് ഫോർ യു അവരുടെ മനസ്സിൽ. പക്ഷേ പ്രാക്ടിക്കലായിട്ട് അവർ ചിന്തിക്കുന്നത് പൈസയുടെ കാര്യം, ഫൈനാൻഷ്യൽ ഡിപ്പെൻഡൻസി അവിടെ വരുന്നത് കൊണ്ടാണ് അവർ അവിടെ പിടിച്ച് നിൽക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്ന. അവിടെ ആക്ഷൻ ഒന്നും വരുന്നില്ല കേട്ടോ. അവർ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അവർ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാനാണ് നിങ്ങളോടും പറയുന്നത്. നിങ്ങളുടെ തീരുമാനം അനുസരിച്ചിരിക്കും ഇത് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ ഒരു കോംപ്രമൈസിങ് സിറ്റുവേഷനിൽ മുന്നോട്ട് പോകാൻ തയ്യാറാണോ അല്ലയോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരവും കൂടെ അവിടെ കണക്റ്റായി. ക്ലാരിഫൈ മജീഷ്യൻ.
ക്ലാരിഫൈ മജീഷ്യൻ. എക്സിസ്റ്റിംഗ് ലവിൽ തന്നെ കുറേയധികം തേർഡ് പാർട്ടിയാണ് വന്നിരിക്കുന്നത്. 9 ഓഫ് വാൻഡ്സ്, ഏസ് ഓഫ് കപ്സ്. നിങ്ങൾ എന്തുകൊണ്ടോ നിങ്ങൾ തമ്മിൽ പരസ്പരം അട്രാക്ഷനും കാര്യങ്ങളും ഒരുപാട് സ്നേഹവും മാനിഫെസ്റ്റേഷനും എല്ലാം തന്നെ കാണുന്നുണ്ട്. അവിടെ ടോറസ് രാശി ഏറ്റവും കൂടുതലായിട്ട്, ഇടവ രാശി കുറേ കൂടുതലായിട്ടുണ്ട്. കപ്സ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കടകം, വൃശ്ചികം, മീനം ആൻഡ് വാൺസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു ഏറ്റവും കൂടുതലായിട്ട് അവിടെ കണക്റ്റ് ആയിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ പരസ്പര അട്രാക്ഷനും സ്നേഹവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ ഒരു വെയിറ്റിംഗ് പീരീഡിലാണ് എന്ന് കാണുന്നു. എന്തോ ഒരു റെസ്ട്രിക്ഷൻ അവിടെ ഉണ്ട്. അവിടെ എന്താണ് റെസ്ട്രിക്ഷൻ? ഡിവൈൻ പ്ലീസ് ടെൽ മീ വാട്ട് ഈസ് എ റെസ്ട്രിക്ഷൻ ദർ. എന്ത് റെസ്ട്രിക്ഷൻ ആണ് അവരവിടെ ഫേസ് ചെയ്യുന്നത്? ആൻസർ എനിക്ക് കിട്ടുന്നില്ല. ഡിവൈൻ പ്ലീസ് ടെൽ മീ വാട്ട് ഈസ് എ റെസ്ട്രിക്ഷൻ ദാറ്റ് ദേ ആർ ഫേസിങ് ദർ. എന്തുകൊണ്ടാണ് ഇവർ വെയിറ്റിംഗ് എനർജിയിൽ വരുന്നതെന്നൊന്ന് കാണിച്ചു തരൂ. റെസ്പോൺസിബിലിറ്റീസ്, 7 ഓഫ് കപ്സ്. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് മൂലം ഇവർ ഒരു വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിച്ചിട്ടും കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ടൊക്കെ ഉണ്ട്. നിങ്ങൾ തമ്മിൽ ഭയങ്കര ഇഷ്ടവുമാണ്, യാതൊരു സംശയവും വേണ്ട. ഓക്കെ, പക്ഷേ അവരൊരു വെയിറ്റിംഗ് പീരീഡിൽ നിങ്ങളെ ഇരുത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് ആക്ഷൻ. നെക്സ്റ്റ് 4 ഓഫ് വാൻഡ്സ് ആൻഡ് മജീഷ്യൻ. മാനിഫെസ്റ്റേഷൻ ആണ് അവിടെ വീണ്ടും കാണുന്നത് കേട്ടോ. 4 ഓഫ് വാൻഡ്സ് വിഷ് ഫുൾഫിൽമെൻറ്റ് വരുന്നുണ്ട്. പക്ഷേ അവരിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങളെ ഓർക്കുന്നില്ല എന്നല്ല, അവർ മാനിഫെസ്റ്റ് ചെയ്യുന്ന അവരുടെ റെസ്പോൺസിബിലിറ്റി എത്രയും വേഗം ഫിനിഷ് ആവണമെന്നാണ്. ഒരുപാട് ലൈഫിൽ റെസ്പോൺസിബിലിറ്റീസ് അവർക്കുണ്ട്. ആ റെസ്പോൺസിബിലിറ്റീസ് ഒന്ന് ഫുൾഫിൽ ആവണം എന്നാണ് ഇവർ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അത് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിലേക്ക് അത് വരുന്നതായിട്ട് കാണുന്നുള്ളൂ കേട്ടോ. പക്ഷെ ഇവർക്ക് ജെനുവിൻലി ബോട്ടം ഓഫ് ദി ഹാർട്ട് നിങ്ങളുടെ അടുത്ത് സ്നേഹം തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. ഓക്കെ, മജീഷ്യൻ വന്ന് ടോറസ് രാശിക്കാർ ഏറ്റവും കൂടുതലായിട്ട്, ഇടവ രാശിക്കാർ ഏറ്റവും കൂടുതലായിട്ട് അവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനുവും കൂടെ അവിടെ കണക്റ്റ് ആയി ഇപ്പോൾ കേട്ടോ. അത് ഇവർ വരും ഉറപ്പായിട്ടും, പക്ഷേ അവർക്ക് ഇത്തിരി സമയം വേണം എന്നാണ് കാണിക്കുന്നത്. ക്ലാരിഫൈ. 2 ഓഫ് സോഴ്സ്. അവിടെ തേർഡ് പാർട്ടി എന്ന് പറയാനൊന്നുമില്ല, റെസ്പോൺസിബിലിറ്റീസ് ആണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്തു തീർക്കാനുണ്ട്. ക്ലാരിഫൈ. 2 ഓഫ് സോഴ്സ്. ഇവരുടെ വീട്ടിലായാലും നിങ്ങൾക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ജോലി ആയിട്ടുണ്ടാവില്ല. അതൊക്കെ ശേഷം അതൊന്ന് സെറ്റിൽ ആയതിനു ശേഷം നിങ്ങളുടെ അടുത്തേക്ക് വരും കേട്ടോ. ക്ലാരിഫൈ. 2 ഓഫ് സോർട്സ്, ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 5 ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, ഇവിടെ ക്രോസ് റോഡ് സിറ്റുവേഷൻ ആണ് കാണുന്നത്. ക്രോസ് റോഡ് സിറ്റുവേഷൻ വരാനുണ്ടായ സാഹചര്യം ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി ആണ്, പ്യുവർലി ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി ആണ്. ഇവരുടെ വീട്ടിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ട് കാണുന്നു. ഓക്കെ, അവിടെ ഒരു തീരുമാനമെടുത്ത് അവരെ എതിർത്തിട്ട് പെട്ടെന്നൊരു തീരുമാനമെടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ഒരു സാഹചര്യമൊന്നും അവിടെ കാണുന്നില്ല കേട്ടോ. ഇവർക്ക് ജോലി ആയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഇവർ വീട്ടിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് ഒരുപാട് കടങ്ങൾ, ലോണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തീർക്കാനുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ഉണ്ട് ഇവർക്ക് സോൾവ് ചെയ്യാൻ, ഫൈനാൻസ് ആവശ്യമുള്ള കാര്യം. ഓക്കെ, അത് എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ള ചിന്തയിലാണ് ഇവരിപ്പോൾ ഇരിക്കുന്നത്. അതുകൊണ്ടുള്ള ഒരു ക്രോസ് റോഡ് സിറ്റുവേഷൻ ആണ്. അവിടെ റിലേഷൻഷിപ്പിന് പ്രയോറിറ്റി കുറഞ്ഞു പോകുന്നതായിട്ടാണ് കാണുന്നത്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, അതുപോലെ ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം രാശിക്കാരെ കുറച്ച് കൂടുതലായിട്ട് കാണുന്നു. ക്ലാരിഫൈ. പ്ലീസ് ടെൽ മീ ഇഫ് there will be an action from these people. Will there be an action from these people? Will there be an action from these people? അവിടെ ഒരു ടവർ മൂവ്മെൻ്റ് ആണ് കാണുന്നത്. ടവർ മൂവ്മെൻറ്റ് വിത്ത് 10 ഓഫ് പെൻറ്റക്കിൾസ്. അവിടെ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് വരുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഫൈനാൻസ് റിലേറ്റഡ് ഇഷ്യൂ വരുന്ന അവിടെ ഇവർ ഫാമിലിയെ സ്റ്റേബിൾ ആക്കിയതിന് ശേഷം മാത്രമേ നിങ്ങളുടെ കാര്യത്തിൽ ആലോചിക്കുള്ളൂ. അവിടെ ഒരു ടവർ മൂവ്മെൻറ്റ് തന്നെയാണ്. അറ്റ് പ്രസൻറ്റ് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നില്ല. പൈസ സമ്പാദിക്കുന്നതിൽ മാത്രമാണ് അവരുടെ ഇപ്പോഴത്തെ എന്താ പറയുക ഫോക്കസ് എന്ന് തന്നെ നമുക്ക് പറയാം.
പെൻഡക്കിൾസ് തന്നെയാണ് കൂടുതലായിട്ടും അവിടെ വന്ന് 10 ഓഫ് പെൻഡക്കിൾസും അത് തന്നെയാണ്. ഓക്കെ, സ്പോർട്സിൻ്റെ കുറച്ച് എനർജി മാത്രമേ അവിടെ ഉള്ളൂ. ക്ലാരിഫൈ വീൽ ഓഫ് ഫോർച്യൂൺ. ക്ലാരിഫൈ വീൽ ഓഫ് ഫോർച്യൂൺ. 10 ഓഫ് സ്വാർട്സ് താഴെ വീണായിരുന്നു, ഞാനത് എടുക്കുന്നുണ്ട് കേട്ടോ. 10 ഓഫ് സ്വാർട്സ്, കിങ് ഓഫ് കപ്സ്. നിങ്ങൾക്ക് അവർ ഒരു പെയിൻ തന്നിട്ട്, ഒരു റിജക്ഷൻ തന്നിട്ട് പോയിട്ടുണ്ടാവും. നിങ്ങൾ പ്രപ്പോസ് ചെയ്ത സമയത്ത് ഇവർ റിജക്റ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് മനസ്സിൽ നിറയെ സ്നേഹമാണ്. സ്നേഹവുമായിട്ട് അവർ വരുന്നു. ആ സിറ്റുവേഷൻ ചേഞ്ച് ആയിട്ട്, ആ പെയിൻഫുൾ സിറ്റുവേഷൻ മാറിയിട്ട് നിങ്ങളുടെ അടുത്ത് സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ക്ലാരിഫൈ ദി സെറ്റ് ഓഫ് കാർഡ്സ് വിൽ. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ആക്ഷൻ? ഡിവൈൻ, വാട്ട് ഈസ് ദ നെക്സ്റ്റ് ആക്ഷൻ? 10 ഓഫ് കപ്സ്, ഏസ് ഓഫ് വാൻസ്, ഒരു ന്യൂ ബിഗിനിങ്, ഒരു ഫാമിലി. ഓക്കെ, റിജക്റ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ അവരുടെ ചിന്തകൾ മാറി നിങ്ങളുമായിട്ടൊരു സ്റ്റെബിലിറ്റി വേണം, ഒരു ഫാമിലി വേണം, ഒരു പുതിയ തുടക്കം വേണം എന്നൊക്കെ ഇവർ ആലോചിക്കുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. അവിടെ നമുക്ക് രാശികൾ വരുന്നത് കിങ് കപ്സും സ്വാർട്സും വോൺസും. കപ്സ് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. അതേപോലെ വോൺസ് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ആൻഡ് ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ആക്ച്വലി വീൽ ഓഫ് ഫോർച്യൂൺ വരുന്നവിടെ നമുക്ക് എല്ലാ രാശിയും തന്നെ കുറേശ്ശെ വരും. പക്ഷേ ഇത് കുറച്ച് പ്രബലമായിട്ട് ഈ പറഞ്ഞ രാശികൾ കുറച്ച് കൂടുതലായിട്ട് അവിടെ വരുന്നതായിട്ട് കാണുന്നു കേട്ടോ. ക്ലാരിഫൈ ജഡ്ജ്മെൻറ്റ്. ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട് ലിബ്ര, തുലാ രാശിക്കാരെ കുറച്ച് കൂടുതലായിട്ട് അവിടെ കണക്ട് ആയിട്ടുണ്ട്. ത്രീ ഓഫ് wands ആൻഡ് ഹാങ്ഡ് മാൻ. സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് അവിടെ. ലോങ് ഡിസ്റ്റൻസും ഉണ്ട്. മീന രാശിക്കാരും കുറച്ച് കൂടുതലായിട്ട്, പൈസസും കുറച്ച് കൂടുതലായിട്ടുണ്ട്. അതേപോലെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനുവും കുറച്ച് കൂടുതലായിട്ട് അവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഇവർ സ്പിരിച്വൽ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്. അവർ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം അവിടെ സ്റ്റക്കാണ്. ഓക്കെ, സ്റ്റക്കാണ്. ലോങ് ഡിസ്റ്റൻസും ആയിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. പക്ഷേ അവർ ആ സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്നും പുറത്ത് വരാൻ എന്ത് ചെയ്യാമെന്ന് ആലോചിക്കുന്നുണ്ട്. പ്ലാനിങ് കാണുന്നുണ്ട് അവിടെ. എന്ത് ചെയ്യാമെന്ന് അവർ ആലോചിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അവരൊരു ഹീലിങ്ങിൽ കൂടെ നിങ്ങളുമായിരിക്കാം. ഓക്കെ, ഒരു ഹീലിംഗ് അവിടെ കാണുന്നുണ്ട്. നിങ്ങളൊരു പ്രയർ ഗ്രൂപ്പിൻ്റെ ഒരുമിച്ചുള്ള മെമ്പേഴ്സ് ആയിരിക്കാം. നിങ്ങൾ രണ്ടുപേരും തന്നെ സ്പിരിച്വാലിറ്റിയിൽ കുറച്ച് ബിലീവ് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. ഒരു എന്താ പറയുക, പള്ളി, അമ്പലം അവിടെയൊക്കെ വെച്ചിട്ട് കാണുന്ന ആൾക്കാരായിരിക്കണം. അല്ലെങ്കിൽ ഇവരൊരു ഡോക്ടറായിരിക്കാം, അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ആയിരിക്കാം. ഓക്കെ, അതുമൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസിന് വേണ്ടിയിട്ട് നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുള്ളതായിരിക്കാം. അങ്ങനെയുള്ള പരിചയമായിരിക്കാം കേട്ടോ. അതേപോലെ അവർ പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ വളരെ സ്ട്രോങ് ആയിട്ട് സ്റ്റക്കായിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവരുടെ ചിന്തകൾ മാറി വരണം. ഓക്കെ, തേർഡ് പാർട്ടി വളരെ സ്ട്രോങ് ആണ് അവിടെ. അവർ പ്രാർത്ഥിക്കുന്നുണ്ട് ഡിവൈൻ്റെ അടുത്ത്. ഒരു ഏഞ്ചൽ ഗൈഡൻസ് വേണം ഈ സിറ്റുവേഷൻ ഒന്ന് പുറത്ത് കടക്കാൻ എന്നിവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. എന്തെങ്കിലും നെക്സ്റ്റ് ആക്ഷൻ വരുമോ ഡിവൈൻ ഇവരുടെ അടുത്തുനിന്ന്? നിങ്ങളുടെ പേഴ്സൺ ഒരു ഹീലറും ആയിരിക്കാം കേട്ടോ. ഹീലർ, അതേപോലെ പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്ന ഒരാൾ, അങ്ങനെയുമൊക്കെ ആയിരിക്കാനും സാധ്യതയുണ്ട്. റെയ്ക്കി അങ്ങനത്തെയൊക്കെ ചെയ്യില്ലേ, അങ്ങനത്തെ ആൾക്കാരും ആയിരിക്കാം. ദ സൺ ആൻഡ് അവരതിനെ പറ്റിയിട്ട് ഭയങ്കര ഓവർ തിങ്കിങ്ങിലാണ് കേട്ടോ. 4 ഓഫ് സോർട്സ്. തടസ്സങ്ങളുണ്ടെന്ന് ഇവർ മനസ്സിലാക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഇവർ ഭയങ്കര സ്ട്രെസ്ഡാണ്. ഇവർ പുറത്ത് കാണിക്കുന്നുണ്ടോ ഇല്ലയോ, ഇവർ ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഭയങ്കര ബോധേഡാണ്. അവിടെ അവരൊരു പോസിറ്റീവ് തീരുമാനം ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. സൺ കാർഡാണ്, അതൊരു പോസിറ്റീവ് ചേഞ്ചാണ്, പോസിറ്റിവിറ്റിയാണ്. നിങ്ങൾ അവരുടെ ലൈഫിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് അവർ മനസ്സിലാക്കും, നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ സ്പോർട്സിൻ്റെ സണ്ണിൻ്റെ എനർജി വന്നു. സണ്ണ് വന്നിട്ട് ചിങ്ങരാശി. ചിങ്ങം പറയുമ്പോൾ ലിയോ രാശി കുറച്ച് കൂടുതലായിട്ട് തന്നെ കണക്റ്റ് ആയിട്ടുണ്ട്. സ്പോർട്സിൻ്റെയും കണക്റ്റ് ആയിട്ടുണ്ട്. ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം കുറച്ച് കൂടുതലായിട്ട് അവിടെ കണക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു പോസിറ്റീവ് ചേഞ്ച് വരുന്നതായിട്ടാണ് കാണുന്നത്. അവർ ഹീലിങ്ങിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഹീലിങ്ങിനൊക്കെ
മെഡിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നുണ്ടായിരിക്കും, നിങ്ങളും ആയിരിക്കാം. ആ മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു പോസിറ്റീവ് ചേഞ്ച് വരുമെന്ന് തന്നെയാണ് അവിടെ കാണിക്കുന്നത്. ക്ലാരിഫൈ ഈസ് ഓഫ് വോൺസ്, ക്ലാരിഫൈ ഈസ് ഓഫ് വോൺസ്, ഈസ് ഓഫ് വോൺസ്, 4 of Pentacles ആൻഡ് ദ സ്റ്റാർ. നിങ്ങൾ അവരുടെ ലൈഫിൽ വിഷ് ഫുൾഫിൽമെൻ്റ് ആണെന്ന് അവർ മനസ്സിലാക്കുന്നു. നിങ്ങളെ പ്രതി ഹൈലി പോസസീവ് ആണ്. ഓക്കെ, അവിടെ നിങ്ങൾ തമ്മിൽ ഒരു ന്യൂ ബിഗിനിങ് വരുന്നതായിട്ട് തന്നെയാണ്, ഒരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. എക്സിസ്റ്റിംഗ് ലവുകാരാണ്, അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവർ നിങ്ങൾക്ക് വേണ്ടി പൈസ സേവ് ചെയ്യുന്നുണ്ട്, നിങ്ങളുമായിട്ടൊരു ലൈഫിന് വേണ്ടിയിട്ട് പ്ലാനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. അക്വേറിയസ് കുംഭരാശിക്കാരെ കുറച്ച് കൂടുതലായിട്ടുണ്ട്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, അതേപോലെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു കൂടുതലായിട്ടും അവിടെ കണക്റ്റ് ആയിരിക്കുന്നു. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ, നെക്സ്റ്റ് ആക്ഷൻ പ്ലീസ്. എന്തെങ്കിലും സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ കൂടെയൊക്കെ നിങ്ങൾ പോകുന്നുണ്ടായിരുന്നെങ്കിൽ അതെല്ലാം തരണം ചെയ്ത് ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് ഡിവൈനെല്ലാം ഏൽപ്പിച്ചിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. മേടരാശിക്കാരും അവിടെ കുറച്ച് കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ 2 കാർഡ് കണക്റ്റ് ആയിരിക്കുന്നു, 2 നെഗറ്റീവ് കാർഡ്സ് ആണ്. ഓക്കെ, 5 of Swordsഉം ഓവർ തിങ്കിങ് ഉണ്ട്. ഓക്കെ, ഓവർ തിങ്കിങ് ഉണ്ട്. ഓവർ തിങ്കിങ് എല്ലാം മറികടന്ന് ഇവർ നിങ്ങളുടെ അടുത്തേക്ക് ഒരു പോസിറ്റീവ് റെസ്പോൺസുമായിട്ട് വരുന്നതായിട്ടും നിങ്ങളൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടും തന്നെയാണ് കാണുന്നത് കേട്ടോ. എന്തെങ്കിലും തടസ്സങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മറികടന്ന് അവർ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് വരുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, പേജ് ഓഫ് സോർട്സ്, ക്ലാരിഫൈ പേജ് ഓഫ് സോർട്സ്, ക്ലാരിഫൈ പേജ് ഓഫ് സോർട്സ്. കുറേ അധികം തേർഡ് പാർട്ടിയുടെ ഇത് ഇവിടെ തന്നെ കണക്റ്റ് ആയി. ക്ലാരിഫൈ പേജ് ഓഫ് സോർട്സ്. 6 of Wands and King of Wands. ഇവർക്ക് മനസ്സിൽ നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. ഓക്കെ, നിങ്ങൾക്കൊരു പ്രപ്പോസലൊക്കെ തരണം എന്നൊക്കെ ഇവർ കാര്യമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ എന്തോ ഒരു ഓവർ തിങ്കിങ് അവിടെ കാണുന്നു. ഓക്കെ, ചിന്തകൾ നിർത്താൻ പറ്റാത്ത സ്ഥിതി, കൺഫ്യൂസ്ഡ് ആയിട്ട് ചിന്തിക്കുന്ന പോലെ തോന്നുന്നു. ക്ലാരിഫൈ വൈ പേജ് ഓഫ് സോർട്സ് എനർജി ഈസ് ഹിയർ. Why is page of swords energy here? ഇവിടെ ഒരു വെയിറ്റിംഗ് പീരീഡിലായിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഇവരിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ഇവരൊരു സ്റ്റുഡൻ്റ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇവർ ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. സ്നേഹം കാര്യങ്ങൾ എല്ലാം ഉണ്ട്, നിങ്ങളുമായിട്ടൊരു ലൈഫൊക്കെ ഇവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. ഈ അറ്റ് പ്രസൻറ്റ് ഇവർക്ക് ഇവരുടെ പഠിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ട് വരുന്നു. അല്ല, നിങ്ങളൊരു അഡൾട്ട് ആണെങ്കിൽ നിങ്ങൾ റിസർച്ചൊക്കെ ചെയ്യുന്ന ഒരാളായിരിക്കണം. അതിൻ്റെ ഒരു കംപ്ലീഷന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ഫൈനാൻസസ് അവിടെ ഒരു ഇഷ്യൂ ആണ്. സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഒരു ജോലി ആയതിനു ശേഷം മാത്രമേ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വെയിറ്റിംഗ് പീരീഡ് എന്നേ ഉള്ളൂ. അല്ലാതെ സ്നേഹം തീർച്ചയായിട്ടും ഉള്ളതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. പെൻറ്റക്കിൾസ്, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ, നെക്സ്റ്റ് ആക്ഷൻ. കിങ് ഓഫ് കപ്സ് ആൻഡ് ദ വേൾഡ്. ലോങ് ഡിസ്റ്റൻസിലും ആയിരിക്കാം കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് ലോങ് ഡിസ്റ്റൻസിൽ പോയിരിക്കാൻ സാധ്യതയുണ്ട്. എബ്രോഡൊക്കെയാണോ പഠിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. എന്തായാലും നിങ്ങൾ തമ്മിലൊരു ലോങ് ഡിസ്റ്റൻസ് ഗ്യാപ്പ് ഉണ്ട്. അവിടെ നിങ്ങൾ സ്നേഹത്തോടെ ഓർക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും ഇവർ മുന്നോട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസും എല്ലാവരും വന്നു ഇവിടെ, എല്ലാ രാശിക്കാരും വന്നു ഇവിടെ കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർ ജോലി കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്ന് ചുരുക്കി പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു എക്സിസ്റ്റിംഗ് ലവുകാർക്ക്. ഇനി തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ളവർക്ക് കേട്ടോ. ഡിവൈൻ, എൻ്റെ വ്യൂവേഴ്സ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ്, അവരൊരു റിലേഷൻഷിപ്പിലാണ്. അവരുടെ കറണ്ട് സിറ്റുവേഷൻ, റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നൊന്ന് പറഞ്ഞു തരൂ. എന്ത് മാറ്റങ്ങൾ അവിടെ പ്രതീക്ഷിക്കാമെന്നും പറഞ്ഞു തരൂ. കറണ്ട് സിറ്റുവേഷൻ എന്തെങ്കിലും മാറ്റം അതിലുണ്ടാകുമോ എന്നും കൂടെ ഒന്ന് പറഞ്ഞു തരൂ. എൻ്റെ വ്യൂവേഴ്സ് തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ്, അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, എന്തെങ്കിലും മാറ്റം പ്രതീക്ഷിക്കാമോ എന്നും കൂടെ എനിക്ക് പറഞ്ഞു തരും.
3 of Cups, the Fool, Knight of Cups, 4 of Swords, 2 of Wands, okay, 9 of Cups, 8 of Pentacles, 6 of Swords. ചിലർക്കെങ്കിലും ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് വരുന്നുണ്ട് കേട്ടോ അവിടെ. 3 ഓഫ് കപ്സ് ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ചിലർ നിങ്ങളെ ഒരു ഫ്രണ്ട് സോൺ ചെയ്തിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഫ്രണ്ട്ഷിപ്പിൽ മുന്നോട്ട് പോകാം എന്ന് ഒരു തീരുമാനം അറിയിച്ച് കാണും. ചിലർ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകാം എന്ന് തീരുമാനിച്ചിട്ടുള്ളവരുമുണ്ട്. ചിലർ അവരുടെ തെറ്റ് മനസ്സിലാക്കി നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാപ്പപേക്ഷയൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലർ സിറ്റുവേഷനിൽ സ്ട്രെസ്ഡ് ആയിട്ട് ഓവർ തിങ്കിങ് ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്. പലരും ലോങ് ഡിസ്റ്റൻസിലുമാണ്. അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, ചിലർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയാലും അവിടെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് വരുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ചിലർ റെസ്പോൺസിബിലിറ്റീസിൽ പെട്ട് ജോബിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതായിട്ടും അവിടെ സ്റ്റക്കായിട്ട് ഇരിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഓരോന്നും ക്ലാരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോകാം. ക്ലാരിഫൈ 3 of Cups. Why is 3 of Cups here? വേൾഡും 8 of Wandsഉം. ഓക്കെ, ഇവർ ലോങ് ഡിസ്റ്റൻസിലാണ്. നിങ്ങൾ തമ്മിൽ കൺസിഡറബിൾ ലോങ് ഡിസ്റ്റൻസ് ഉണ്ട്. അതേസമയം നിങ്ങൾ തമ്മിൽ ഒരു പക്ഷേ നേരത്തെ സ്നേഹത്തിലായിരുന്നിരിക്കും. പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് അവർ ആ റിലേഷൻഷിപ്പിൽ എക്സോസ്റ്റഡ് ആയി. ഓക്കെ, അതായത് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അവിടെ വേണ്ട എന്നവർക്ക് പിന്നീട് തോന്നി. ഒരു ഇമോഷണൽ ഗ്യാപ്പ് അവിടെ വന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് ഈവൻ നിങ്ങളുടെ സ്പൗസും ആയിരിക്കാം കേട്ടോ. എനിക്ക് അങ്ങനെ കണക്റ്റ് ആവുന്നു. നിങ്ങളുടെ വൈഫ് ഓർ ഹസ്ബൻഡ് ആദ്യകാലത്ത് നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹമൊക്കെ തന്നെ ആയിരുന്നു. പക്ഷേ അവിടെ ഒരു ഇമോഷണൽ ഗ്യാപ്പ് വന്നു ഇടയ്ക്ക് വെച്ചിട്ട്. ഒരു തേർഡ് പാർട്ടിയുടെ ഇടപെടൽ മൂലമായിരിക്കാം. പക്ഷേ നിങ്ങൾ തമ്മിൽ ഒരു ഫ്രണ്ട്ലി ബേസിസിൽ വീട്ടിൽ നിങ്ങൾ വലിയ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നുണ്ടാവില്ല. സമാധാനപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ പറയും, ഡേ ടു ഡേ ലൈഫ് മുന്നോട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ. ഇത് നിങ്ങൾ മാരീഡ് അല്ലെങ്കിൽ അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ, നിങ്ങൾ തമ്മിൽ സ്പൗസസ് അല്ലെങ്കിൽ ഓക്കെ, അവിടെ ലോങ് ഡിസ്റ്റൻസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്കും ഈ പറഞ്ഞ പോലെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു മടുപ്പ് വന്നിട്ട് ഒരു ഫ്രണ്ട് സോൺ, അതായത് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അവിടെ വേണ്ട, ഫ്രണ്ട്ഷിപ്പായിട്ട് മുന്നോട്ട് പോയാൽ മതി എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, വോൺസും വരുന്നുണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ഇവിടെ എന്തെങ്കിലും നെക്സ്റ്റ് ആക്ഷൻ ഇവരുടെ ഭാഗത്തു നിന്നും വരുമോ? എന്തെങ്കിലും നെക്സ്റ്റ് ആക്ഷൻ ഇവരുടെ ഭാഗത്തു നിന്ന് വരുന്നതായിട്ട് കാണുന്നുണ്ടോ? ഹാങ്ഡ് മാൻ ആൻഡ് ജഡ്ജ്മെൻ്റ് ആണ്. ഓക്കെ, ഇവർ വിധി പോലെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞങ്ങ് വിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ സിറ്റുവേഷനിൽ അവർ സ്റ്റക്കാണ്. അവർക്ക് അവിടെ നിന്ന് പുറത്ത് കിടക്കണമെന്ന് ആഗ്രഹമില്ല. ആ സിറ്റുവേഷനിൽ തന്നെ മുന്നോട്ട് പോകാമെന്നാണ് ഇവർ വിചാരിക്കുന്നത് കേട്ടോ. വിധിച്ചതുപോലെ വരട്ടെ എന്ന് പറഞ്ഞങ്ങ് വിട്ടു. ഇതിലുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് അവിടെ ഒരു മടുപ്പായി. ഈ പ്രശ്നങ്ങൾ കാരണം ഇവർക്ക് മടുപ്പ് വന്നു. എന്നിട്ട് ഇവർ തീരുമാനിച്ചു ഇനി വിധിച്ചതുപോലെ കാര്യം നടക്കട്ടെ, നമുക്ക് തൽക്കാലം ഫ്രണ്ട്ഷിപ്പിൽ മുന്നോട്ട് പോകാമെന്ന് നിങ്ങൾ തീരുമാനം എടുത്തതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട് ലിബ്ര, തുലാ രാശിക്കാരും കുറച്ച് കൂടുതലായി കണക്റ്റായി. പൈസസ്, മീന രാശിക്കാരും അവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ക്ലാരിഫൈ ദ ഫൂൾ. ക്ലാരിഫൈ ദ ഫൂൾ. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്, അഗൈൻ ജഡ്ജ്മെൻറ്റ് കേട്ടോ. ക്ലാരിഫൈ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ഒന്ന് ക്ലാരിഫൈ ചെയ്യൂ ഡിവൈൻ. അവിടെ ഫൈനാൻഷ്യൽ ഡിപ്പെൻഡൻസി അവർക്ക് അവരുടെ ഫാമിലിയിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു ഇൻസെക്യൂരിറ്റി അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ ഉള്ള ഒരു പേടി അവരുടെ മനസ്സിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലരെങ്കിലും ഒരു കോർട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്രത്തോളം സെറ്റിൽമെൻറ്റ് ചെയ്യേണ്ടി വരും എന്ന് അറിയാത്ത ഒരു സിറ്റുവേഷനിൽ അവർ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇവർ പ്രാർത്ഥിക്കുന്നുണ്ട്, ഹീലിങ്ങിൽ കൂടെ കടന്നു പോകുന്നുണ്ട്.
അവിടെ ഇവർ പേടിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോയാൽ അവിടെ ഫൈനാൻഷ്യൽ ലോസ് ഭയങ്കരമായിട്ട് വരുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ രണ്ടും കൽപ്പിച്ച് ഈ ഒരു സെറ്റിൽമെൻ്റ് ആയതിനു ശേഷം നിങ്ങളുടെ അടുത്ത് ഒരു ന്യൂ ബിഗിനിങ്ങിന് വരുന്നതായിട്ടും അവിടെ കാണുന്നുണ്ട് കേട്ടോ. അറ്റ് പ്രസൻറ്റ് അവർ ചിന്തകളിൽ പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അവിടെ ഫൈനാൻഷ്യൽ ബേർഡൻ വരുന്നുണ്ട്. സെറ്റിൽമെൻ്റ് ഒക്കെ ഒരുപാട് കൂടുതൽ കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു ഭയം അവിടെ ഉള്ളതായിട്ട് കാണുന്നു. പൈസസ് മീനരാശിക്കാർ ഏറ്റവും കൂടുതൽ, ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട് ലിബ്ര തുലാരാശിക്കാരും കുറച്ച് കൂടുതലായിട്ട്, ഏരീസ് മേടരാശിക്കാർ, ടോറസ് വിർഗോ കാപ്രിക്കോൺ, ഇടവം കന്നി മകരം, ഇത്രയും രാശിയാണ് അവിടെ കണക്റ്റ് ആയത്. ക്ലാരിഫൈ. ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കാം. ജഡ്ജ്മെൻറ്റിന് ശേഷം വരുന്നു എന്നാണ് കണ്ടത്. നെക്സ്റ്റ് ആക്ഷൻ പ്ലീസ്. ഫൈനാൻഷ്യൽ ഇഷ്യൂ തന്നെയാണ് അവിടെ പേടിയായിട്ട് നിൽക്കുന്നത് കേട്ടോ. പക്ഷേ അതൊന്ന് സെറ്റിൽ ആയതിനു ശേഷം നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റിയുമായി അവർ മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ അതിന് മുന്നേ എന്ത് വേണം? ആ കേസ് അവിടെ സെറ്റിൽ ആവണം. ഓക്കെ, ഇത് മിക്ക റീഡിങ്ങിലും കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഫ്യൂച്ചർ ആക്ഷൻ എന്നൊക്കെ പറഞ്ഞ് നോക്കുന്ന അവിടെ ഇത് കണക്റ്റ് ആവാറുണ്ട്. ക്ലാരിഫൈ നൈറ്റ് ഓഫ് കപ്സ്. ക്ലാരിഫൈ നൈറ്റ് ഓഫ് കപ്സ്. ക്ലാരിഫൈ നൈറ്റ് ഓഫ് കപ്സ് പ്ലീസ്. മജീഷ്യൻ ആൻഡ് 5 ഓഫ് കപ്സ്. അവിടെ ഞാൻ പറഞ്ഞില്ലേ, അവർ നിങ്ങളെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ ഇവർ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഇവർ ഓവർ തിങ്ക് ചെയ്യുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു ഗിഫ്റ്റുമൊക്കെ ആയിട്ട് നിങ്ങളെ മറക്കാനേ സാധിച്ചിട്ടില്ല. നിങ്ങളുടെ ചിന്തകൾ തുടരെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ട് നിങ്ങളെ കാണാൻ ഒരു സോറിയൊക്കെ പറഞ്ഞ് ഇവർ വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങളെ ഒരുപാട് സ്നേഹമാണ്. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. ടോറസ് രാശിക്കാർ കുറച്ച് കൂടുതൽ, ആൻഡ് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. പേജ് ഓഫ് കപ്സ്. അവിടെ നിങ്ങളെ വിഷമിപ്പിക്കാനുണ്ടായ സാഹചര്യം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്. ജഗ്ലിംഗ് ആയിരുന്നു. അവിടെ നിങ്ങൾക്ക് വേദന ഉണ്ടായി എന്നിവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മിക്കവാറും ഐം സോറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് ആയിരിക്കും. നിങ്ങളെ കാണണം എന്നൊക്കെ അവർ റിക്വസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട് കേട്ടോ. ക്ലാരിഫൈ 4 ഓഫ് സോർട്സ്. കപ്സ് തന്നെയാണ് അവിടെ ഏറ്റവും കൂടുതൽ കേട്ടോ. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരവും അവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ അടുത്തതിൻ്റെ ക്ലാരിഫിക്കേഷൻ വന്നത് ക്വീൻ ഓഫ് സോർട്സ് ആൻഡ് 7 ഓഫ് കപ്സ്. നാച്ചുറലി തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് നമുക്കറിയാം. അവിടെ ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം അവിടെ അവരുടെ തേർഡ് പാർട്ടി ഭയങ്കര കൺട്രോളിങ് ആണ്. ഒരുപാട് കൺട്രോൾ ചെയ്യാറുണ്ട്. റെസ്പോൺസിബിലിറ്റീസ് മുഴുവൻ ഇവരുടെ തലയിലാണ്. അതിനെപ്പറ്റി ഇവർ സ്ട്രെസ്ഡ് ആണ്, ഓവർ തിങ്കിങ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. അവിടെ ടോട്ടലി സ്റ്റക്കായിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. സോറി. നെക്സ്റ്റ് ആക്ഷൻ വരുന്നുണ്ടോ നോക്കാം. ക്ലാരിഫൈ. Will there be any next action? Please tell me, will there be any next action from these people? നിങ്ങളെ പ്രതി ഹൈലി അട്രാക്ഷനും കാര്യങ്ങളും എല്ലാം തന്നെയാണ്. പക്ഷേ അവിടെ തേർഡ് പാർട്ടി സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത്. നിങ്ങളെ കാണാൻ വരുന്നുണ്ടെങ്കിൽ തന്നെ ഇവർ ഈ പേഴ്സണെ ഒളിച്ചിട്ടായിരിക്കും കാണാൻ വരുന്നുണ്ടാവുക കേട്ടോ. റെസ്പോൺസിബിലിറ്റീസ് അവിടെ തീരുന്നതായിട്ട് കാണുന്നില്ല. ഓൺ ആൻഡ് ഓഫ് നിങ്ങളെ വന്ന് കണ്ട് സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കും. നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആണ്. നിങ്ങൾക്ക് അവരുടെ ലൈഫിൽ ഒരു വലിയ സ്ഥാനമുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ സ്ട്രോങ് തേർഡ് പാർട്ടി ആണ് അവിടെ ഒരു ആക്ഷൻ ഇവരുടെ ഭാഗത്തുനിന്നും നെക്സ്റ്റ് ആക്ഷൻ, ഒരു കമ്മിറ്റ്മെൻറ്റ് ഒന്നും അവിടെ വരുന്നതായിട്ട് കാണുന്നില്ല അൺഫോർച്ചുനേറ്റ്ലി. ടോറസ് രാശിക്കാരെ ഏറ്റവും കൂടുതലായിട്ട് ഇടവം, പിന്നെ ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ക്ലാരിഫൈ 2 ഓഫ് വാണ്ട്സ്. ഈ രാശികൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കണക്റ്റ് ആയിരിക്കുന്നത് അവരാണ്. അല്ലാതെ ബാക്കി രാശിക്കാർക്ക് ഇത് ബാധകമല്ല എന്നർത്ഥമില്ല. കിങ് ഓഫ് കപ്സ് ആൻഡ് നൈറ്റ് ഓഫ് വാണ്ട്സ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണുമായിട്ട് ലോങ് ഡിസ്റ്റൻസിലൊക്കെ ആയിരുന്നെങ്കിൽ അവർ വളരെ പാഷനേറ്റ് ആയിട്ട് ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊരു പ്രശ്നമല്ല.
നിങ്ങളെ കാണാൻ അവർ വരുന്നുണ്ട് ഒരുപാട് സ്നേഹവുമായിട്ട് എന്ന് തന്നെയാണ് അവിടെ കാണിക്കുന്നത്. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. രണ്ട് കാർഡ് സ്റ്റക്കായിട്ട് വന്നു. അതിൻ്റെ കൂട്ടത്തിൽ താഴെ വന്നത് ഒരു പ്രപ്പോസലാണ്. 6 ഓഫ് വാൻസ്, ഏസ് ഓഫ് കപ്സ്. ഒരുപാട് സ്നേഹം. ഓക്കെ, വിട്ടിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നു. ഒരു ലോങ് ഡിസ്റ്റൻസ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ആ സാഹചര്യം മാറി ഇവർ നിങ്ങളുടെ അടുത്തേക്ക് ഒരുപാട് സ്നേഹത്തോടെ പാഷനോടുകൂടി വരുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ട് എല്ലാ രാശിക്കാരും അവിടെ കൂടുതൽ ഉണ്ട്. ഓക്കെ, എന്നാലും കപ്സിൻ്റെ എനർജിയാണ് ഏറ്റവും കൂടുതലായിട്ട് കണക്റ്റ് ആയിരിക്കും. കപ്സും വാൻസും. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു അവിടെ ഏറ്റവും കൂടുതലായിട്ട് കണക്റ്റ് ആയത്. ക്ലാരിഫൈ 9 ഓഫ് കപ്സ്. ക്ലാരിഫൈ 9 ഓഫ് കപ്സ് പ്ലീസ്. 9 ഓഫ് കപ്സ് എന്തുകൊണ്ടാണ് അവിടെ വന്നത്? 9 ഓഫ് കപ്സ് വിഷ് ഫുൾഫിൽമെൻ്റ് ആണെന്ന് അറിയാമല്ലോ. ഹെയറോഫന്റ് ആൻഡ് 6 ഓഫ് പെൻഡക്കിൾസ്. ഇവിടെ ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ മേജർ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ് എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഒരു പ്രീസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ടീച്ചറായിരിക്കാം, ഒരു ഗുരുസ്ഥാനീയനായിട്ടുള്ള അങ്ങനെയായിട്ട്. അതായത് എല്ലാവരും ഇവരുടെ അടുത്ത് ഒരു അഡ്വൈസൊക്കെ ചോദിച്ച് പോകാറുണ്ട്. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ടാണ് ഇവരൊന്ന് മടിച്ച് നിന്നിരുന്നെങ്കിൽ അവർ നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവൻ ടേക്കിൽ എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു വിഷ് ഫുൾഫിൽമെൻറ്റ് അവിടെ വരുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഈവൻ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ കമ്മിറ്റഡ് ആണെങ്കിൽ പോലും നിങ്ങളുമായിട്ടൊരു ഈക്വൽ ഗിവൻ ടേക്കിൽ എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ക്ലാരിഫൈ ദി സെറ്റ് ഓഫ് കാർഡ്സ്. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ആക്ഷൻ? വാട്ട് ഈസ് ദ നെക്സ്റ്റ് ആക്ഷൻ? അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ തീരുമാനിക്കുന്നതുമാവാം. നിങ്ങൾ തമ്മിൽ മാരീഡ് ആവുന്നതായിട്ടും എടുക്കാം നമുക്ക്. ടെമ്പറൻസ്, ഒരു ഈക്വൽ ബാലൻസിൽ എത്തുന്നതായിട്ടാണ് അവിടെ കാണുന്നത് കേട്ടോ. ഒരു ഈക്വൽ ബാലൻസിൽ എത്തുന്നതായിട്ടാണ് കാണുന്നത്. ലവേഴ്സുമാണ്. അപ്പോൾ ഞാൻ പറയും, ഇവിടെ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാൻ, മാരീഡ് ആണോ അല്ലയോ എന്ത് തന്നെ ആയാലും സിറ്റുവേഷൻ ആയാലും നിങ്ങളുമായിട്ട് അതൊരു മാരേജിൽ, ഒരു കമ്മിറ്റ്മെൻറ്റിൽ എത്തുന്നതായിട്ടും, നിങ്ങൾ തമ്മിൽ ഒരു ഈക്വൽ ബാലൻസിൽ എത്തുന്നതായിട്ടും, ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് നിങ്ങൾക്ക് വരുന്നതായിട്ടും അവിടെ കാണുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഇവരുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ടോറസ് രാശിക്കാർ ഏറ്റവും കൂടുതൽ, ഇടവ രാശിക്കാർ, മിഥുന രാശിക്കാരും ഏറ്റവും കൂടുതലായിട്ട്, സാജിറ്റേറിയസ്, ധനു രാശിക്കാരും കൂടുതലായിട്ടുണ്ട്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ആദ്യമായിട്ടാണ് എനിക്ക് ഹെയറോഫന്റ് വരുന്ന അവിടെ ഇത്രയും പോസിറ്റീവായിട്ടൊരു റിസൾട്ട് വരുന്നത്. ക്ലാരിഫൈ 8 ഓഫ് പെൻഡക്കിൾസ്. ക്ലാരിഫൈ 8 ഓഫ് പെൻഡക്കിൾസ്. ക്ലാരിഫൈ 8 ഓഫ് പെൻഡക്കിൾസ്. എയ്റ്റ് ഓഫ് വാൻസ്, ഏസ് ഓഫ് വാൻസ്. അവിടെ ജോലിയൊക്കെ ആയിരുന്നു പ്രശ്നമെങ്കിൽ, ജോലി കിട്ടാതെയൊക്കെ ഉള്ളൊരു സാഹചര്യമായിരുന്നു, അങ്ങനെയൊക്കെ നിങ്ങളെ വെയിറ്റിംഗ് പീരീഡിൽ ഇരുത്തിയിരുന്നെങ്കിൽ അവർക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ അവരുടെ ഭാഗത്തു നിന്നും വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിലൊരു ന്യൂ ബിഗിനിങ് വരുന്നതായിട്ടും കാണുന്നുണ്ട്. ജോലിയായിരുന്നു അവിടെ തടസ്സമെങ്കിൽ അവിടെ നല്ലൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടും മുന്നോട്ട് പോകുന്നതായിട്ടുമാണ് കാണുന്നത് കേട്ടോ. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അവിടെ നെക്സ്റ്റ് ആക്ഷൻ, എന്നാലും സ്പെസിഫിക്കലി ഒന്ന് നോക്കാം. ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ജസ്റ്റിസ് സെർവ് ചെയ്യണം എന്ന് പറഞ്ഞ് ഇവർ മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, തുല രാശിക്കാർ കുറെ കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ലിബ്ര. ഓക്കെ, കപ്സിൻ്റെ എനർജി വെച്ചിട്ട് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ക്ലാരിഫൈ 6 ഓഫ് വാൻസ്. ക്ലാരിഫൈ 6 ഓഫ് വാൻസ്. ലാസ്റ്റ് കാർഡാണ് കേട്ടോ. ക്ലാരിഫൈ 6 ഓഫ് വാൻസ്. 6 ഓഫ് വാൻസ്. ഹാങ്ഡ് മാൻ, നൈറ്റ് ഓഫ് സ്പോർട്സ്. അവരൊരു സ്റ്റക്ക് സിറ്റുവേഷനിലായിരുന്നെങ്കിൽ അവരുടെ ചിന്തകൾ മാറി വരുന്നതായിട്ടും, ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി ഇമ്പൾസീവായിട്ടാണെങ്കിൽ പോലും ഒരു തീരുമാനമെടുത്ത് ഒരു ഡിസിഷനോടുകൂടി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടുമാണ് അവിടെ കാണുന്നത്. ബോൺസും സ്പോട്സും ഹാൻഡ് മാൻ വെച്ചിട്ട് പൈസസ്, മീനരാശിക്കാരെ കുറച്ച് കൂടുതൽ
അതേപോലെ ലിബ്ര ജെമിനി അക്വേറിയസ് തുലാം മിഥുനം കുംഭം ഏരീസ് ലിയോ സാജിറ്റേറിയസ് മേഡം ചിങ്ങം ധനു ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ പറഞ്ഞു തരൂ ഡിവൈൻ. നെക്സ്റ്റ് ആക്ഷൻ എന്താണ് പറഞ്ഞു തരൂ. 5 of Wands, the Star. 5 of Wands സെൽഫ് റെസ്ട്രിക്റ്റഡ് മോഡ്. തടസ്സങ്ങൾ ഉണ്ടായിരുന്നു, ഇല്ല എന്നല്ല, ഉണ്ട്. ഇപ്പോഴും തടസ്സങ്ങളുണ്ട്. പക്ഷെ അത് മറികടന്ന് ഇവർ നിങ്ങളുടെ അടുത്തേക്ക് ഒരു വിഷ് ഫുൾഫിൽമെൻറ്റുമായിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അവർ കുറച്ചിനി സ്വന്തം കാര്യവും കൂടി ആലോചിക്കട്ടെ എന്ന് തീരുമാനിച്ചു. 9 of Pentaclesൻ്റെ എനർജി വരുന്നവിടെ തടസ്സങ്ങൾ എന്ത് തന്നെ ആയാലും തൽക്കാലം സ്വന്തം കാര്യവും കൂടി കുറച്ച് ചിന്തിക്കട്ടെ, ഞാൻ എൻ്റെ ലൈഫും കൂടി ചിന്തിക്കട്ടെ എൻ്റെ രീതിയിൽ എന്ന് തീരുമാനിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ്, പോസിറ്റിവിറ്റിയുമായിട്ട് വരുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പിൻ്റെ ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ ഒന്ന് ഹൈപ്പും കൂടെ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക കേട്ടോ. അതേപോലെ ഇനി ലൈവിൻ്റെ കാര്യം, ലൈവിന് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. ലാസ്റ്റ് വീക്ക് ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. നമുക്ക് നാളെ നമ്മുടെ മെമ്പേഴ്സ് ലൈവ്, നാളെ മെമ്പേഴ്സ് ഓൺലി ലൈവ്. ഓക്കെ, ഫ്രൈഡേ വെക്കേണ്ടതായിരുന്നു, നടന്നില്ല. അതുകൊണ്ട് ഞാൻ മൺഡേയിലേക്ക് മാറ്റി. മെമ്പേഴ്സ് ലൈവാണ് നാളെ. ഓക്കെ, 11 AM ഞാൻ പോസ്റ്റ് ഇട്ടേക്കാം. മെമ്പേഴ്സ് ഓൺലി. ട്യൂസ്ഡേ സബ്സ്ക്രൈബേഴ്സ് ലൈവ് 11 AM. ട്യൂസ്ഡേ സബ്സ്ക്രൈബേഴ്സ് ലൈവ് 11 AM. രണ്ടും ഞാൻ പോസ്റ്റിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ പറ്റുന്നവർ ജോയിൻ ചെയ്യുക. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത് എന്നുള്ളത്. പേഴ്സണലി നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. അതേപോലെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. കൂടുതൽ റീഡിങ്സുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.